7000-ഓളം കെമിക്കലുകൾ നമ്മൾ വലിക്കുന്ന ഓരോ സിഗരറ്റിലും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് നടക്കുന്ന പ്രതിരോധ്യമായ മരണങ്ങളുടെ മുഖ്യ കാരണങ്ങളിലൊന്ന് പുകവലിയാണെന്നതിൽ അതിശയിക്കാനുമില്ല. എന്നിരുന്നാലും ലോകത്താകമാനം 1.3 ബില്യൺ ആളുകൾ സജീവമായി പുകവലിക്കുന്നു. സ്ഥിരമായി പുകവലിക്കുന്ന ഒരാൾ പുകവലി നിർത്തിയാൽ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമായിരിക്കും? പുകവലി നിർത്തി 20 മിനിറ്റിനുള്ളിൽ ഹൃദയമിടിപ്പ് സാധാരണഗതിയിലേക്ക് തിരിച്ചു വരികയും രക്തസമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു. ഇതിന് കാരണം സിഗരറ്റിൽ അടങ്ങിയിട്ടുള്ള എഫ്രിനെഫ്രിനും നോൺ എഫ്രിനെഫ്രിനും താൽക്കാലികമായി ഹൃദയമിടിപ്പ് കൂട്ടുന്നതും രക്തക്കുഴലുകളെ ഞെരുക്കുന്നതുമാണ്. 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിന്റെ നിക്കോട്ടിൻ ആസക്തി മൂലം മാനസിക പിരിമുറുക്കവും രക്തസമ്മർദ്ദവും അനുഭവപ്പെടും. ചിലരിൽ ഉറങ്ങുവാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും. നിക്കോട്ടിൻ ശരീരത്തിൽ അധിക അളവിൽ ഡോപ്പമിനെ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം ഡോപ്പമിന്റെ അളവ് കുറയുന്നതിന്റെ ശരീരശാസ്ത്രപരമായ പ്രതികരണങ്ങളാണ്. പുകവലി നിർത്തി 8 മണിക്കൂറിനുള്ളിൽ പുകയിലൂടെ രക്തത്തിലെത്തുന്ന കാർബൺ മോണോക്സൈഡ് നീങ്ങുകയും ഓക്സിജന്റെ അളവ് സാധാരണ നിലയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. 24 മണിക്കൂർ കഴിയുന്നതോടെ ചുമ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. ശരീരം ലങ്സിൽ അടങ്ങിയിട്ടുള്ള വിഷാംശങ്ങളെ പുറന്തള്ളുന്നത് ഇതിലൂടെയാണ്. അതേസമയം തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യതയും കുറയുന്നു. 48 മണിക്കൂർ കഴിയുന്നതോടെ നിക്കോട്ടിനും സിഗരറ്റിൽ അടങ്ങിയിട്ടുള്ള മറ്റു ഘടകങ്ങളും ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി വിസർജിക്കപ്പെടുന്നു. കേടുവന്ന നെർവ് എൻഡിങ്ങുകൾ വീണ്ടും വ്യാപിക്കുന്നു. സിഗരറ്റിൽ അടങ്ങിയിട്ടുള്ള ടാറും മറ്റ് ചില കെമിക്കലുകളും നാക്കിലെ ടേസ്റ്റ് ബഡുകളെ നശിപ്പിക്കും. ഇപ്പോൾ അവ സംവേദനക്ഷമത വീണ്ടെടുത്തിട്ടുണ്ടാകും. ഇത് ഭക്ഷണത്തിന്റെ സ്വാദ് കൂട്ടും. ദീർഘകാലമായി സിഗരറ്റ് വലിക്കുന്നവരുടെ കാര്യത്തിൽ ടേസ്റ്റ് ബഡുകൾക്ക് അവയുടെ സംവേദനക്ഷമത പൂർണ്ണമായി തിരിച്ചെടുക്കുവാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകും. 72-ാം മണിക്കൂറിലെത്തുന്നതിലൂടെ പുകവലിയോടുള്ള ആസക്തി അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്നു. തലവേദനയും പേശികളുടെ വലിവും ചിന്താകുലതയും വിഷാദവുമെല്ലാം ഇതിന്റെ ഭാഗമായി അനുഭവപ്പെടാം. കഫെയിൻ പോലുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഇത്തരം വിഡ്രോവൽ സിംറ്റംസ് കാണിക്കാറുണ്ട്. പുകവലി നിർത്തുന്നതിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടം കഴിഞ്ഞു. 1 മാസമാകുമ്പോഴേക്കും പ്രമേഹം, ക്യാൻസർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത കുറഞ്ഞിട്ടുണ്ടാകും. 3 തൊട്ട് 9 മാസത്തിനിടയിൽ ലങ്സിലെ കേടുവന്ന സീലികളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകും. ലങ്സിലെത്തുന്ന പൊടിപടലങ്ങളെയും മറ്റും നീക്കം ചെയ്യുന്നത് സീലിയാണ്. ഇതിന്റെ ലക്ഷണമായി ചുമയും ശ്വാസമെടുക്കുവാനുള്ള തടസ്സങ്ങളും പൂർണ്ണമായി ഇല്ലാതാകുന്നു. ഏകദേശം 1 വർഷമാകുന്നതിലൂടെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിലൂടെ ആർട്ടറൽ വാളിൽ ഉണ്ടാകുന്ന ആർത്രോം മൂലം ഉണ്ടായേക്കാവുന്ന ഹൃദയ സംബന്ധമായ എല്ലാ അസുഖങ്ങളുടെയും സാധ്യത നേർപകുതിയായി കുറയുന്നു. 10 വർഷമാകുമ്പോഴേക്കും ലെൻ ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യത പുകവലി നിർത്താത്ത ഒരാളുടെ അപേക്ഷിച്ച് നേർപകുതിയായി കുറയുന്നു. 15 വർഷമാകുമ്പോൾ ഒരിക്കൽ പോലും പുകവലിക്കാത്ത ഒരാളുടെ അത്ര തന്നെയായി ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യതയും കുറയുന്നു. ഈ മാർഗനിർദ്ദേശങ്ങൾ ഓരോ ദിവസവും വ്യക്തി വലിക്കുന്ന സിഗരറ്റിന്റെ അനുപാതത്തിൽ വരുന്ന വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇതനുസരിച്ചായിരിക്കും ശരീരം ആരോഗ്യം വീണ്ടെടുക്കുക. പുകവലി നിർത്തുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ആ പ്രയാസത്തെക്കാളും മികച്ചതായിരിക്കും അതുകൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ. പുകവലി മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും നല്ലത് അത് തുടങ്ങാതിരിക്കുക എന്നതാണ്. Beer is often seen as the gentler cousin of hard liquor, something you can enjoy in large quantities without worry. After all, it's just hops, water, and barley, right? But here's the shocking truth. When it comes to your liver, beer is not safer than spirits. In fact, this common belief has led many to drink more beer under the illusion of moderation. So, before you reach for that next pint thinking it's the healthier choice, let's dive into the real science and separate fact from fiction. Don't forget to subscribe if you're passionate about clear, evidence-based health content. Your liver might just thank you for it. Let's get something straight. The liver doesn't care about the type of alcohol you drink. It cares about the amount of ethanol. That's the active, intoxicating ingredient in all alcoholic drinks. Whether it's beer, wine, or whiskey, the damage is directly tied to the total volume of ethanol consumed, not the drink's label. A standard drink contains roughly the same amount of ethanol, 14 grams in the US. That's 1 12-ounce beer, 1 5-ounce glass of wine, or a 1.5-ounce shot of spirits. So when people argue that beer is less harmful, they often overlook how much they're drinking, not what they're drinking. Here's the twist. Beer's weaker alcohol concentration may actually lead to more consumption. Because beer is consumed in larger volumes, people tend to underestimate how much alcohol they've ingested. That extended sipping over hours at social events often adds up. According to the National Institute on Alcohol Abuse and Alcoholism, chronic alcohol consumption, regardless of form, increases the risk of fatty liver, alcoholic hepatitis, fibrosis, and cirrhosis. And here's a kicker. Beer drinkers have been shown in multiple epidemiological studies to have comparable, if not higher, incidences of liver damage than moderate wine or spirit drinkers due to sheer volume and frequency. Let's use a quick explainer. Imagine your liver as a factory line. Every drink you take adds more work. The liver works to break down ethanol into less harmful byproducts, but it has limits. Over time, excess drinking overwhelms the system,
leading to toxic buildup and inflammation. Whether you're pouring beer or bourbon into that system doesn't change the biochemical stress your liver experiences. If anything, that casual, I only drink beer attitude might delay awareness of harmful intake, like death by 1,000 cuts rather than a single blow. Now, don't get me wrong, this isn't about demonizing your favorite drink. It's about informed choices. Responsible, moderate alcohol consumption means being honest about quantity, not being lulled into a false sense of security because your drink has bubbles and comes in a can. If liver health matters to you, the focus should be on overall alcohol intake, hydration, diet, and regular medical checkups, not just what's in your glass. So here's the bottom line. Beer isn't better for your liver. It's just a different vehicle for the same alcohol, and sometimes it's even a trickier one because it masks how much you're really drinking. If you found this video eye-opening, give it a thumbs up, subscribe to the channel, and share this with someone who swears beer doesn't count. Let's keep making smarter, healthier choices together, one myth at a time. ജഗ ചോക്കുൾ വെള്ളമ്മ എരിയ സേലത്തി കാറ്റ് വെള്ളമ്മ ചീറ്റപ്പുലി പോൽ വെള്ളമ്മ ഉളയ പാപം വെള്ളമ്മ തീപമ്പരമായി വെള്ളമ്മ തീമഴതുപ്പും വെള്ളമ്മ തീപമ്പരമായി വെള്ളമ്മ തീമഴതുപ്പും വെള്ളമ്മ ചുവപ്പുകാളി സൗന്ദര്യകാളി നീ 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 ആരോ
എന്നെ ഞാൻ വഞ്ചിക്കുന്നത് എന്തിനാ? സ്വയം വഞ്ചിക്കുന്നതിനേക്കാൾ വലിയ മറ്റൊരു ദുരന്തം മനുഷ്യന് വേറെയില്ല. ഇത് പറഞ്ഞത് ഫ്രഞ്ച് സാഹിത്യകാരൻ രാം പോൾ സാർ. ഹലോ, വൈകാരിക വിക്ടറി ലോഡ്ജിൽ തോക്കുമായി താമസിക്കുന്നവരാണ്. അന്വേഷിക്കും. അയാൾ ആരാണ്? നഗരഹൃദയത്തിൽ വെച്ച് ഇന്നലെ രാത്രി നടന്ന മരണം കൊലപാതകം തന്നെയാണെന്ന് ഫോറൻസിക് സ്ഥിരീകരിച്ചു. ഒരു കടാരയോ അല്ലെങ്കിൽ അതിൽ സമാനമായ മറ്റെന്തെങ്കിലും ആയുധമോ ആഴത്തിൽ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചതാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ വെളിപ്പെടുത്തി. കൊലപാതകയെക്കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നഗരത്തെ നടുക്കിക്കൊണ്ട് മറ്റൊരു നിശാ കൊലപാതകം കൂടി. 6 മാസങ്ങൾക്ക് മുമ്പ് കൊല നടന്ന അതേ സ്ഥാനത്ത് വെച്ചാണ് പുതിയ കൊലപാതകവും നടന്നിട്ടുള്ളത്. വിമൽ എന്ന ചെറുപ്പക്കാരനായ സിവിൽ എഞ്ചിനീയറാണ് കൊലപ്പെട്ടയാൾ. ഇപ്രാവശ്യവും കടാര പോലുള്ള ആയുധം ഉപയോഗിച്ച് തന്നെയാണ് കൊല നടന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ ഇപ്രാവശ്യവും കൊലപാതകയെക്കുറിച്ചുള്ള ഒരു തുമ്പും കിട്ടിയിട്ടില്ല. രാത്രി കൊലപാതകം വീണ്ടും. ഇപ്രാവശ്യം സ്ഥാനം അല്പം മാറിയിട്ടുണ്ടെങ്കിലും മുൻ കൊലകളിലെ അതേ പാറ്റേൺ തന്നെയാണ് ഇപ്രാവശ്യവും. രാമനാഥൻ എന്ന ബിസിനസ്സുകാരനാണ് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പൊന്നുമക്കളെ, വായു. വളരെ നന്നായിട്ടോ. എന്റെ ചങ്ങാതി, നിങ്ങൾക്ക് കണ്ണ് കാണില്ല എന്ന് ഈ ലോവർക്കും കൂടെ അറിയുന്നതല്ലേ, പിന്നെ പിള്ളേരെന്ന് പറഞ്ഞ് പറ്റിക്കുന്നത്. ചില കാഴ്ചകൾ കാണാൻ കണ്ണുകൾ വേണ്ട. തുടങ്ങി തത്വശാസ്ത്രങ്ങൾ. സാറ് ആരെ കൊല്ലാൻ പോണേ? ആ തോക്ക് തുടച്ചോണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അതൊക്കെ ഉണ്ടടാ ചക്ക. കൊച്ചേ, ഇക്കാര്യം മറ്റാരെങ്കിലും അറിഞ്ഞാൽ അറിയാലോ. ആരും അറിയില്ല സാറേ. ഞാൻ പറയില്ല സാറേ. സാറ് സീരിയൽ കില്ലറാണോ? ഞാൻ സീരിയൽ കില്ലേഴ്സിന്റെ ഒരു ആരാധകനാ, അതും കൊറിയൻ സിനിമയിലെ. അതെ, നിങ്ങളുടെ വിഷ്ണുപ്രസാദ് സാറല്ലേ, അയാളോട് പറഞ്ഞേക്ക് കൂടുതൽ വിളച്ചിൽ വേണ്ടെന്ന്. മനസ്സിലായാ? എനിക്ക് പറഞ്ഞിട്ടല്ല പരിചയം, പ്രവർത്തിച്ചിട്ടാണ് പരിചയം. അത് ഞാൻ ചെയ്യും. ഞാൻ ചെയ്തോളാം. എന്നിട്ട് എന്താ ചെയ്യാത്ത? ഞാൻ ചെയ്യും. അധികം നാളെ അയാളുടെ വിളച്ചിൽ നടക്കില്ലേ? അതാലോചിച്ചോ. അയാളെ മനസ്സിലാക്കുന്ന നല്ലത്. എന്റെ അത്രയ്ക്ക് വലിയ ധൈര്യം ഉണ്ടെങ്കിൽ അയാളോട് നേരിട്ട് പോയി പറയാം. നീ പറയണ പോയിട്ട്. ഹായ്, വരണം വരണം വരണം. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു.
പിന്നെ നമ്മൾ മുമ്പ് പരിചയം അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്റെ മനസ്സ് പറഞ്ഞു താങ്കൾ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നതെന്ന്. ശരിയായില്ലേ? നിങ്ങൾക്ക് എന്തോ സിദ്ധി ഉണ്ടെന്നാണോ പറഞ്ഞത്? അങ്ങനെ വേണമെങ്കിൽ കരുതാം, ഉണ്ടായിരിക്കാം. താങ്കൾ ഈ അയ്യർ ദ ഗ്രേറ്റ് എന്ന ഫിലിം കണ്ടിട്ടുണ്ട്? അതിൽ പറയുന്ന പോലെ ചില ആളുകളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചില ചിത്രങ്ങൾ തെളിഞ്ഞ് തെളിഞ്ഞു വരും. എന്നെ കണ്ടപ്പോൾ ഏത് ചിത്രമാണ് തെളിഞ്ഞത്? പറയാം. ഒരു തോക്ക് തുടച്ചുകൊണ്ടിരിക്കുന്ന താടി വെച്ച കപടമുഖധാരിയായ ഒരാൾ. കറക്റ്റ്? നിങ്ങൾ വെറുതെ കളിയാക്കുകയാണ്. എന്നെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ? അല്ല സുഹൃത്തെ, അതീന്ദ്രിയ. നിങ്ങളൊരു തരികടയാണ്. ആണോ? ആയിക്കോട്ടെ. കണ്ടോ രണ്ടുപേർ വഴക്കടിക്കുന്നു. അതിലാ മുടി നീട്ടി വളർത്തിയ ഒരാളുണ്ടല്ലോ, അയാൾ അധികം വൈകാതെ ഇവിടുന്ന് ഒരു ബൈക്കിൽ കയറി പുറപ്പെട്ടിട്ട് ഞാൻ കാണിച്ചു തരാടോ. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ചെല്ലുമ്പോൾ ഒരു ക്രിസ്ത്യൻ ദേവാലയം കാണാം. ആ ക്രിസ്ത്യൻ ദേവാലയത്തിൽ നിന്നും വീണ്ടും 1 കിലോമീറ്റർ ചെല്ലുമ്പോൾ ഒരു ഓവർ ബ്രിഡ്ജ്. ക്രിസ്ത്യൻ ദേവാലയത്തിന്റെയും ഓവർ ബ്രിഡ്ജിന്റെയും ഇടയിൽ വെച്ച് അയാൾ മരണപ്പെടും. വെയിറ്റ് ആൻഡ് സീ. അയാൾ മരണപ്പെടും. ഇനി ആ മനുഷ്യൻ പറയുന്നത് സത്യമുണ്ടാവും. എന്തായാലും അതെന്താണെന്ന് അറിയണം. നഗരത്തിൽ ഇന്നലെ നടന്ന ബൈക്ക് അപകടത്തിന് ശേഷം നഗരത്തിൽ നടുക്കിയ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. ഒരു അജ്ഞാത ശവം കണ്ടെത്തിയിരിക്കുന്നു. മധ്യവയസ്കനായ ഏതോ ഒരാളുടേതാണ് അജ്ഞാത ശവം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുഖമാകെ വികൃതമായ ആരോ കൊല ചെയ്തതാണെന്ന് വ്യക്തം. ഒരു കൂട്ടർ വന്ന് ശവം വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ തങ്ങളുടെ ബന്ധുവിൻ്റെതാണെന്ന് സാക്ഷ്യം പറയുന്നു. കാരണം ആ ബന്ധുവിനൊരു പല്ലുണ്ടായിരുന്നില്ല. വൈഗ മാഡം, ആ പയ്യന്റെ കയ്യിൽ എന്തായിരുന്നു? നമ്മൾ അന്വേഷിക്കുന്ന കേസുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ഈ പറയുന്ന ശവത്തിന് മുഴുവൻ പല്ലുകളും ഉണ്ടായിരുന്നു. മുഖത്തേറ്റ പ്രഹരത്താൽ ഒരു പല്ല് കൊഴിഞ്ഞു. അതൊരു സ്വർണം കെട്ടിയ പല്ലായിരുന്നു. ഒരു പയ്യൻ സംഭവ സ്ഥലത്ത് നിന്ന് തിളക്കമുള്ള എന്തോ എടുക്കുന്നത് ഞാൻ കണ്ടു. അതായിരിക്കണം ആ പല്ല്. മേഡം, ആ മരിച്ച മനുഷ്യന്റെ ചിരി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചതിന്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. ഏതായാലും ഇപ്രാവശ്യവും നമ്മൾ പോലീസിനെ മറികടക്കും. പിന്നെ നമ്മുടെ വൈഗ ഡിറ്റക്റ്റീവ് അല്ലേ? അതെ അതെ. ശ്രീഗുണം കൊണ്ടു ഞാൻ പൂരം നക്ഷത്രം തീണ്ടിപ്പിറന്ന നന്ദൂട്ടനെ നാവോറുപാടുന്നേ. ആ കൈ നോക്കി ഒന്ന് പറഞ്ഞേ. എന്റെ കൈ നോക്കിയേ. കൈ നോക്കാനൊന്നും ഇല്ലാന്നേ. നോക്കുന്നേ
കൈ നോക്കുന്നേ ഈ പ്രൊമോഷൻ വല്ല ചാൻസ് ഉണ്ടോ ഒരു സാധ്യതയില്ല തുമ്പ് കിട്ടാൻ. എന്തെങ്കിലും തുമ്പ് കിട്ടാൻ നോക്ക്. ഉറപ്പല്ലേ? ഉറപ്പായിട്ടും കിട്ടില്ല. ഈ കയ്യിലോ? ഏയ് നോക്കണ്ട, ഒന്നും കിട്ടില്ല. അതെന്താ? അതങ്ങനെയാണ്. ശ്രീകൂടം കൊണ്ടു ഞാൻ ഓമനവുണ്ണീടേ നവേറു പാടുന്നേ മിറ്റത്ത് ഉണ്ണീടേ പച്ചടി കാണാനും കാലിച്ചേരൂപത്തിൽ കാണാൻ കൊതിച്ചും ഓരോന്നറിയായിരുന്നു, അതുകൊണ്ട് ചായ നേരത്തെ എടുത്തു വെച്ചു. അജ്ഞാതനായ ഒരാൾ ആ ചെറുപ്പക്കാരന്റെ മരണം പ്രവചിക്കുന്നു. അതങ്ങനെ സംഭവിക്കുകയും ചെയ്തു. കാര്യം വിചിത്രം തന്നെ. നമുക്കിതിൽ അന്വേഷിക്കാൻ എന്താ ഉള്ളത്? അതെല്ലാം വെറും യാദൃച്ഛ്യം മാത്രമാണോ? അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. പ്രവചന ശക്തിയിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെന്താണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതറിഞ്ഞാ പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് വരേണ്ടതില്ലല്ലോ. ഞങ്ങൾ ഈ വർഷം നടന്ന 4 അജ്ഞാത കൊലപാതകങ്ങളെ പിറകെയാണ്. അതിനിടയിൽ ഓരോ കേസും പ്രധാനം തന്നെയാണ്. ഓടിക്കടാ നീ, നിന്റെ ഷോപ്പിംഗ് മാളിൽ ഞാൻ പൂട്ടിക്കും. ഗോമസ് ഡിസോൾവ സുഖം തന്നെയല്ലേ? സുഖം തന്നെയല്ലേ? ഗോമസ് ഡിസോൾവ് അതങ്ങനെയാണ്. ഗോമസ് ഡിസോൾവ സുഖം തന്നെയല്ലേ? നീ ആ ഗോമസ് ഡിസോൾവ് അല്ലേ? ഞാൻ എത്ര തവണ എത്ര പേരോടായി പറയുന്നു, ഞാൻ ഗോമസ് ഡിസോൾവ് അല്ല. നീ ആ റൂമിൽ പോയി നിന്റെ കണ്ണാടിയിൽ നോക്ക്, അപ്പോൾ നിനക്ക് മനസ്സിലാവും നീ ആരാന്ന്. ഗോമസ് ഡിസോൾവ് അല്ലേ? നിന്നെ അറിയില്ലാന്ന് വിചാരിച്ചോ? നിന്നെ ഞാൻ അപ്പൊ ഇവനാണ് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചവൻ. അത് പിന്നെ കോടികൾ മുടക്കിയ ആളുകൾ വില്ലകളും ഷോപ്പിംഗ് മാളുകളും ഒക്കെ ഉണ്ടാക്കി അത് പൊളിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളെപ്പോലുള്ള ഒരു കോടതി പോയാ ഇതല്ലേ സംഭവിക്കുള്ളൂ. അത് പരിസ്ഥിതി നിയമം ലംഘിച്ചിട്ടാ സാറേ. ലംഘിക്കുമല്ലോ. എന്ത് സാർ ഇങ്ങനെ പറയണ?
കള്ളപ്പണക്കാർക്കും കള്ളനോട്ടടിക്കാർക്കും ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കണ്ടേ? അപ്പൊ സാറ് മുതലാളിയുടെ ആൾ തന്നെയല്ലേ? ബുദ്ധിയുള്ള പോലീസുകാർക്ക് അങ്ങനെയാ. മോനെ, നിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും ഇപ്പൊ എവിടെയാടാ? ഞാൻ ഓഫീസിൽ എപ്പോഴും പപ്പയുടെ ഒരു തിരക്ക്. ഇന്നെന്റെ ബർത്ത്ഡേ പപ്പ. പപ്പ മറന്നൂലേ? പപ്പയെ എനിക്ക് ഇപ്പൊ കാണണം. ഞാൻ ഈ പണിയൊന്ന് തീർത്തോട്ടെ, എന്നിട്ട് അങ്ങോട്ട് വരാം. വേഗം വരണേ. പറയടാ, രണ്ടുപേരും ഇപ്പൊ എവിടെയാ? സാറിന്റെ ഒരു കാര്യം, ദേഷ്യം വന്ന കണ്ണുമുഖൊന്നും കാണില്ല. നോക്കട്ടെ, അതവിടെ നടന്നോളൂ. നിങ്ങൾ പോയിക്കോളൂ. ഇത് ഞങ്ങൾ പേടിയുണ്ടോ? ധീരൻ ഒരിക്കലേ മരിക്കൂ, പേടിത്തൂറന്മാർ ദിവസവും മരിക്കും. ഞാനത്ര ധീരനൊന്നുമല്ല സാറേ, എന്നാലും പോരാട്ടം തുടരാനാണ് തീരുമാനം. എൻ്റെ ചങ്ങാതി, നിന്റെ കൃഷ്ണപ്രസാദ് സാറിനോട് പറഞ്ഞിട്ട് എന്നെ അതിൽ നിന്നൊന്നും ഒഴിവാക്കിയതാണ്. നല്ല ആളോടെ പറ്റിപ്പോയി ചങ്ങാതി. അസ്കറിയാച്ചൻ സാറിന്റെ വർത്താനം കേട്ടിട്ട് ഞാൻ ആ ഊരാ കുടുക്കി ചെന്ന് പെട്ടത്. കണ്ടവരോടൊക്കെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. അയാളുടെ വർത്താനം കേട്ടിട്ട് ഞാനും എൻ്റെ ഭാര്യയും പിള്ളേരും കഷ്ടത്തിലായത്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. നിങ്ങളെങ്ങടെ ടൗണിലേക്കാ? അങ്ങനെയൊന്നുമില്ലേ, വേണമെങ്കിൽ വരാം. വന്നിട്ട് എന്താ കാര്യം? പണിയൊന്നുമില്ലല്ലോ. 10 പൈസയുടെ വരുമാനമില്ല. നിങ്ങൾ വലിയ കുന്തത്തിലെ ഡിറ്റക്റ്റീവൊക്കെ ആയിരിക്കും, എന്നാലും പോലീസ് തന്നെയാണ്. കാക്കി ഇട്ടാ പോരെ സാറേ, തലയ്ക്കകത്ത് എന്തെങ്കിലും വേണം. അധികം അങ്ങോട്ട് കയറണ്ട. പോലീസിന്റെ വില അപ്പോഴറിയോ? അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. പോലീസിന്റെ നേരെ നാവാട്ടം. 4 കേസ് തെളിയിച്ചെന്റെ ഉങ്ക. പോലീസിന്റെ ജോലിക്ക് തടസ്സം ഉണ്ടാക്കിയാൽ എല്ലാറ്റിനെയും പിടിച്ച് അകത്തിടാൻ എനിക്കറിയാം. ചേർന്നിരുന്നാൽ തിരുവാണം. മാറി നിൽക്ക്. പിന്നെ ഞാൻ പെണ്ണുങ്ങളെ കാണുമ്പോ പാട്ട് പാടുന്നു. ഞാനൊരു കൊടുക്കട്ടെ മേഡം? നഗരകാളി പകിട കളിച്ചൊരു പ്രതികാരം, നാട്ടിൻ നെഞ്ചിൽ തീക്കടല് തീക്കടല്. രക്തച്ചൂരിക ചുഴറ്റി അലയ്ക്കും കാളി കാളി നഗരകാളി. രക്തച്ചൂരിക ചുഴറ്റി അലയ്ക്കും കാളി കാളി നഗരകാളി. ചീറ്റപ്പുലി പോൽ പെണ്ണമ്മ, പുളയും പാമ്പ പെണ്ണമ്മ, തീപമ്പരമായി പെണ്ണമ്മ, തീമഴ തുപ്പും പെണ്ണമ്മ. ചീറ്റപ്പുലി പോൽ പെണ്ണമ്മ, പുളയും പാമ്പ പെണ്ണമ്മ, തീപമ്പരമായി പെണ്ണമ്മ, തീമഴ തുപ്പും പെണ്ണമ്മ.
ചൂതാട്ടം ചോര നുണഞ്ഞ് തിമിർത്താട്ടം ചോര നുണഞ്ഞ് തിമിർത്താട്ടം നഗരത്തിരുനെഞ്ചിൽ സ്നേഹത്തിരയാട്ടം ചോര നുണഞ്ഞ് തിമിർത്താട്ടം ചോര നുണഞ്ഞ് തിമിർത്താട്ടം വിഷദംശം നീട്ടും മൃഗകാംക്ഷകളെ മുലവെട്ടിയെറിഞ്ഞു മുടിക്കുന്നമ്മ മുലവെട്ടിയെറിഞ്ഞു മുടിക്കുന്നമ്മ മധുരം കിനിയും പൊന്നുണ്ണികളെ തിരുമാറിൽ ചേർത്ത് പുണരും നമ്മ തിരുമാറിൽ ചേർത്ത് പുണരും നമ്മ ആരോ നീ നഗരകാളി ആരോ നീ ചുവപ്പുകാളി ആരോ നീ നഗരകാളി ആരോ നീ ചുവപ്പുകാളി രക്തച്ചുരിക ചുഴറ്റി അലയ്ക്കും കാളി കാളി നീ നഗരകാളി രക്തച്ചുരിക ചുഴറ്റി അലയ്ക്കും കാളി കാളി നീ നഗരകാളി രുതിരനാക്കു നീട്ടി അലറും കാളി 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 നീ നഗരകാളി രുതിരനാക്കു നീട്ടി അലറും കാളി 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 നീ നഗരകാളി 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 എന്താ പേര് പറഞ്ഞത്? ആ, എൻ്റെ പൊന്നു വൈകാ മേഡം, ആദ്യം നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും. ഞങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണല്ലോ. ആണോ? എന്നാ കേട്ടോ. എൻ്റെ പൊന്നു വൈകാ മേഡം, ഞാനേ അവിടെ ഒരു പത്രാസിനെ വെറുതെ ഒന്ന് തള്ളി നോക്കിയതാ. എൻ്റെ കാലക്കേടിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങോട്ട് സംഭവിച്ചു. ഞാൻ എന്ത് ചെയ്യും? ഇത്തിരി വിശ്വാസക്കുറവുണ്ടല്ലോ ചേട്ടാ. ആ അതെ, അത് തന്നെയാണ് കുഴപ്പം. അതാണ് കുഴപ്പം. നമ്മുടെ ആ ഒരു തടിയൻ പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, അയാൾ തന്നെ പറയണത്. ഞാൻ പറയണത് ഒന്നും അയാൾക്ക് അങ്ങോട്ട് വിശ്വാസമാവുന്നില്ല. ആവില്ലല്ലോ. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഓ, എന്റെ പാറേമക്കാവ് ഭഗവതിയാണ് സത്യം. ഇതിന്റെ പിറകിൽ നടക്കുന്ന മറിമായ ഒന്നും എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ വായ തോന്നിയത് പറയുന്നത് കേട്ട് ഇതിന്റെ പിന്നിൽ വന്ന് പ്രവർത്തിക്കുന്ന മറ്റേതോ സംഘങ്ങളുണ്ടെന്നാ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആദ്യം അതൊക്കെ ഒന്ന് പോയി അന്വേഷിക്കും കേട്ടോ. ഞങ്ങളത് അന്വേഷിക്കുകയും ചെയ്യും, കണ്ടെത്തുകയും. കാരണം ഇത് വൈകാ. എല്ലാ കേസിനും സമീപിക്കുക വൈഗ ഡിറ്റക്റ്റീവ്. ടങ്ടടേ. ഇതെന്താ പരസ്യ കമ്പനിയാ? അയാളുടെ കയ്യിൽ തോക്കുള്ളതായി നീ കണ്ടുവെന്നാണോ പറയണത്? നേരാ സാറുമാരെ. നീ കണ്ടുവെന്ന് പറയുന്നത് നേരെ തന്നെയല്ലേ? അതെ, ആരെ കൊല്ലാൻ പോണെന്ന് പറഞ്ഞു. അതെന്താ നിന്നോട് അങ്ങനെ പറയാൻ? ആ സാറ് നല്ല സാറാ. എന്നെ നല്ല ഇഷ്ടമായിരുന്നു. ഓ, എന്നാൽ അയാൾ എങ്ങോട്ട് പോകുന്നെന്ന് എന്നോട് പറയേണ്ടതല്ലേ? അത് പറഞ്ഞില്ല. എന്തായാലും ഇത് വല്ലാതെ തലപോയിക്കുന്ന മട്ടാണ്. നഗരത്തിൽ വാഹനാപകടം. വിക്ടറി ലോഡ്ജിൽ താമസക്കാരനായ പ്രൊഫസർ ജഗന്നാഥൻ എന്നയാളാണ് അപകടത്തിൽപ്പെട്ടത്.
ഇയാൾ മുൻപ് ഒരു കൊച്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ്. ഇയാളുടെ കാറിന്റെ ഡിക്കിൽ നിന്ന് ഒരു ശവം കണ്ടെത്തി എന്നതാണ് ഇതിലെ നടുക്കുന്ന വസ്തുത. ഇല്ല വൈക മാഡം, അയാൾ ഇപ്പോൾ അബോധാവസ്ഥയിൽ തന്നെയാണല്ലോ. ഒരിക്കൽ ബോധം തെളിഞ്ഞതാ, പിന്നെ അപ്പം തന്നെ പോയി. ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാൾക്ക് ബോധം തെളിയുന്നവരെ കാത്തിരിക്കാനും പറ്റില്ല. ആ ഓക്കെ, ബോധം തെളിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ അറിയിക്കണം. പോലീസുകാർ ഇടപെട്ടാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരി, ഓക്കെ. നമുക്ക് നോക്കാം. ഹലോ, ഡോക്ടർ മുനീർ. അതെ, ഞാൻ തന്നെ. വൈക ഡിക്റ്റേറ്റ് ചെയ്തല്ലേ? അതെ അതെ. ഡോക്ടർ, ജഗൻ എന്ന് പറയുന്ന ആ പേഷ്യൻ്റ് ഇല്ലേ, അയാളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ആ, ഇടയ്ക്കൊന്ന് ബോധം വന്നു, പിന്നെ വീണ്ടും പോയി. ബോധം തെളിഞ്ഞാലുടൻ ഞങ്ങൾക്കൊന്ന് സംസാരിക്കാൻ സാധിക്കുമോ സർ? ഓക്കെ ഓക്കെ, അത്ര പ്രതീക്ഷയൊന്നും വേണ്ട. പെട്ടെന്നൊന്നും പറ്റില്ല. 2 ആഴ്ചയിലും പിടിക്കും ആള് നോർമലാവാൻ. ആ അപകടം അതാരോ മനഃപൂർവ്വം വരുത്തി വെച്ചതാണെന്നാ ഞങ്ങളുടെ സംശയം. അതൊക്കെ ആയിരിക്കാം. പക്ഷെ എൻ്റെ രോഗിയുടെ അവസ്ഥ ഞാൻ നോക്കിയല്ലേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ പോലീസുകാർക്ക് ഞാൻ നിങ്ങൾക്ക് കൂട്ടുന്നു പറഞ്ഞിട്ട് പരാതിയാണ്. ആ, തൽക്കാലം വെച്ചോളൂ. ഓക്കെ. ഞാൻ ജയിലിൽ നിന്നിറങ്ങിയതിൻ്റെ അടുത്ത നാളിൽ എൻ്റെ ഭാര്യയെ കാണാതായി. ഒപ്പം അയൽപ്പക്കത്തെ താമസക്കാരനെയും. അപമാനവും ഹൃദയവേദനയും എന്നെ വേട്ടയാടി. അതിനുശേഷമാണ് എൻ്റെ വീട്ടിൽ ശവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. ശവങ്ങളോ? കൊച്ചു പെൺകുട്ടികളുടെ ശവങ്ങൾ. എല്ലാവർക്കും ഒരേ പ്രായം, 12 or 13. എല്ലാ ശരീരങ്ങളും നഗ്നമായിരുന്നു. ആരോ എനിക്ക് ചുറ്റും വല വിരിക്കുകയാണ്. അറിയില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടി. ലോഡ്ജുകളിൽ നിന്ന് ലോഡ്ജുകളിലേക്ക് താമസം മാറ്റി. ഞാൻ കാറുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ആ കാറിൽ കയറിപ്പോയത് കാണാതായ എൻ്റെ ഭാര്യയും അയൽപ്പക്കക്കാരനുമായിരുന്നു. ഞാൻ ആ കാറിനെ പിന്തുടർന്നു. പക്ഷേ എവിടെയോ വച്ചത് മറഞ്ഞുപോയി. ഞാൻ അർദ്ധരാത്രി വരെ ആ കാറിനെ അന്വേഷിച്ചലഞ്ഞു. ഒടുവിൽ നിരാശയോടെ മടങ്ങി വരുമ്പോൾ അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. എന്തായിരുന്നു ആ കാഴ്ച?
പിന്നെ എപ്പോഴോ ആണ് ആ ആക്സിഡന്റ്. ആക്സിഡന്റോ? അതെങ്ങനെയായിരുന്നു? ഇപ്പോഴുണ്ടായ ആ സംഭവം അതിശയകരം തന്നെയല്ലേ? നിങ്ങളുടെ ജീവിതം മൊത്തം ദുരൂഹത നിറഞ്ഞതാണല്ലോ. ദുരൂഹതയുടെ ചുരുളൊക്കെ ഞങ്ങൾ അയച്ചോളാം. ഞങ്ങളുടെ കസ്റ്റഡിയിലല്ല വരുന്നത്. തെളിയാത്ത കേസുകളൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാം. നിങ്ങളുടെ കാര്യം കേട്ടിട്ട് വളരെ ദുഃഖം തോന്നുന്നു സാർ. മേഡം, എത്ര തവണയായി ഞാൻ പറയുന്നു, ആ ശവങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. പക്ഷെ നിങ്ങളുടെ കാറിന്റെ ഡിക്കിയിലാണ് ആ ശവം കണ്ടത്. അതൊരു നിസ്സാര കാര്യമല്ല. വേറൊരു രീതിയിൽ ചിന്തിച്ചു നോക്കൂ മാഡം. ഞാൻ ആ ശവം വഴിയിൽ നിന്ന് എടുത്തിട്ട് വണ്ടി ഓടിച്ചു പോകുന്നു. അക്രമികൾ ആ ശവത്തെ എടുത്ത് കാറിൽ എന്നെ പിന്തുടരുന്നു. വഴിയിൽ വെച്ച് ആക്സിഡന്റ്. ഞാൻ ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് അവരാ ശവമെടുത്ത് എന്റെ വണ്ടിയുടെ ഡിക്കി കൊണ്ടിടുന്നു. ഇതിനേക്കാൾ എളുപ്പം ആ ശവം നേരിട്ട് ദിക്കിൽ കയറുന്നതല്ലേ? ക്ഷമിക്കുന്നേ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട്. ആ ജഗൻ എന്ന് പറഞ്ഞ പേഷ്യന്റിനെ കാണാനില്ല. എന്താ? ജഗനെ കാണാനില്ലെന്ന്. ഇയാളിപ്പോ എവിടെ പോയി? കാർ അപകടത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന പ്രൊഫസർ ജഗന്നാഥൻ എന്നയാളെ വീണ്ടും കാണാതായി. അബോധാവസ്ഥയിലായിരുന്ന ഇയാളെ ഏതോ ശത്രുക്കൾ കടത്തിക്കൊണ്ടു പോയതാണോ എന്ന് പോലീസ് സംശയിക്കുന്നു. ആരാണ് നീ? നിന്റെ കാലം വന്ന് മുമ്പിൽ നിൽക്കുമ്പോ തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലേ? നിങ്ങൾക്ക് എന്ത് വേണം? തോക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? ശരി, നീ എന്തിനാണ് എന്നെ കൊല്ലുന്നതെന്ന് പറയാമോ? നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടതായി ഓർക്കുന്നില്ലല്ലോ. വല്ല കൊട്ടേഷൻ ഏർപ്പാടാണോ? കൊട്ടേഷൻ തന്നെ. പക്ഷേ ഞാനത് ഏൽപ്പിച്ചത് എന്നെ തന്നെയാണ്. അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആരാ നീ? നീ ഇപ്പൊ ചത്ത് മുമ്പേ തന്നെ പരലോകത്തെത്തും. നിന്നെ കൊന്ന കുറ്റത്തിന് കുറെ കഴിഞ്ഞ് കോടതി എന്നെ തൂക്കിക്കൊല്ലും. അപ്പൊ ഞാൻ പരലോകത്ത് വെച്ച് പറയാം ഞാൻ ആരാണെന്ന്. അത് മറിച്ചായാലോ? നീ ആദ്യം ചാവുന്നു. നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതുകൊണ്ട് ഞാൻ ചാകാൻ വൈകും. ചാവുമ്പോ ഞാൻ നിന്റെ നേരെ അടുത്ത് വന്ന് ചോദിച്ചോളാം, നീ ആരാണ്? പോയിക്കോ. ഞാനത്ര നല്ലവനൊന്നുമല്ല. അത്യാവശ്യം പുരുഷന്മാർക്കുള്ള സൂക്കേടൊക്കെ എനിക്കുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഇതുവരെ ചോര പറഞ്ഞിട്ടില്ല. മനസ്സുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോടാ. നീ ആരാ?
സാറിനെ ആക്രമിച്ച ആ മനുഷ്യനെ സാർ മുന്ന് കണ്ടിട്ടില്ല എന്നാണോ പറയണേ? ഇല്ല, അക്കാര്യം എനിക്ക് ഉറപ്പാണ്. വല്ല മോഷ്ടിക്കാനോ മറ്റോ കേറിയതാണോ? ഇല്ല, അവന്റെ കണ്ണുകളിൽ രക്തദാഹം, രക്തക്കൊതിയുടെ തിളക്കം, അതിപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു. അതെനിക്കിത്തിരി വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലോ സാറേ. തീർച്ചയായും. ഒരു അപരിചിതൻ സാറിനെ എങ്ങനെ കൊല്ലാൻ ശ്രമിക്കും? യദു സാറേ, ഞാൻ ആ തമ്പിയുടെ പിന്നാലെ തന്നെയാണ്. നഗരത്തിൽ ഒരുപാട് കണക്ഷനുള്ള ആളല്ലേ, ഒരുപാട് കാര്യങ്ങളൊക്കെ ചോർന്നു കിട്ടും. ഓക്കെ, എന്തായാലും വിടാതെ പിന്തുടർന്നോളൂ. നമ്മുടെ രഹസ്യങ്ങളുടെ താക്കോല് എവിടെയാണെന്ന് അറിയില്ലല്ലോ. എൻ്റെ ഓർമ്മയിൽ ശത്രുവായിട്ട് എനിക്കൊരാളേ ഉള്ളൂ, ഒരു പ്രൊഫസർ ജഗന്നാഥൻ. പക്ഷേ അയാളുമായിട്ട് ഇയാൾക്ക് യാതൊരു മുഖസാമ്യമില്ല. അയാളിൻ്റെ ശത്രുവായതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് കാലം അയാളുടെ അയൽവക്കത്ത് താമസിച്ചിരുന്നു. ഞാനവിടെ പോയപ്പോൾ അയാളുടെ ഭാര്യ എൻ്റെ കൂടെ പോന്നു. സാറാള് കൊള്ളാലോ. എന്നിട്ട് അവര് കല്യാണം കഴിച്ചോ? ഏയ്, കല്യാണം എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടല്ലേ. ജീവിച്ചിരിക്കുമ്പോ അത്ര കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. ഇനിയിപ്പോ അയാള് വല്ല കൊട്ടേഷൻ കൊടുത്താണോ? ഏയ്, അയാളൊരു പാവം പ്രൊഫസറാ. ആദ്യം ഞാൻ വിചാരിച്ചത് അയാൾക്ക് വല്ല മിസ്റ്റേക്ക് പറ്റിയതായിരിക്കുമെന്ന് തന്നെയാണ്. പക്ഷേ അയാൾ വീണ്ടും വന്നു ഇന്നലെ. ഞാനപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് ഗേൾ ഫ്രണ്ടിനെ ആക്രമിക്കാനാണ് തോന്നിയത്. പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അയാൾ ഒന്നും ചെയ്യാതെ മടങ്ങിപ്പോയി. ഒബ്സർവേഷനിലുള്ള ഒരു രോഗി ചാടിപ്പോവാന്ന് പറഞ്ഞാൽ വലിയൊരു നാണക്കേട് തന്നെ. 2 മണിക്കൂർ മുമ്പ് അയാൾ ബെഡിലുണ്ടായിരുന്നതാണല്ലോ. അയാൾക്ക് ബോധം വന്നത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. കടത്തിക്കൊണ്ടുപോയതായിരിക്കുമോ? ആയിക്കൂടെന്നില്ല കേട്ടോ. അയാൾക്ക് ചുറ്റും ആരോ വലവിരിക്കുന്നുണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ആവണം, അല്ലാതെ അയാൾക്ക് ആ അവസ്ഥയിൽ കടന്നു കളയാൻ പറ്റിയേയില്ല. അയാളെ വല്ലതും തട്ടിക്കൊണ്ടുപോയതാണോ? വല്ലാത്ത ചതിയായി പോയി. ഏത് കഷ്ടകാലം നേരത്താണോ അയാളെ ഈ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ തോന്നിയത്? പോവാട്ടോ. ഹലോ, കുട്ടി കുട്ടി ഇവിടെ? 6 മാസമായി ഇവിടെ. ഇല്ല മാഡം, നമ്മൾ കണ്ട പോലെ തോന്നുന്നു. അതെ, അന്ന് അവിടെ. ഫോട്ടോ നോക്കി നോക്കി മാഡം. ഇത് നോക്കൂ, അത് അവര് തന്നെ. അതെ അതെ, കറക്റ്റാ. അല്ല കേട്ടോ സാറേ, പുതിയ വിശേഷം എന്താ? എന്തിനാടാ നീ അമ്മാവനെ സാറിനൊക്കെ വിളിക്കണ? അതവിടെ നിൽക്കട്ടെ, പോലീസിന്റെ പോയി. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന. ഒരു മിനിറ്റ്. പ്രമോദേ, ഇതൊന്ന് നോക്കിയേ. ഇതാകെ ഡാമേജ് ആണ്. അത് കുഴപ്പമില്ല, ഒന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കും. ഒരു പക്ഷേ ആ ഫോട്ടോയ്ക്ക് പുറകിലൊരു കുറ്റവാളിയുടെ മുഖം ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് എത്രയും വേഗത ശരിയാക്കി തരണം. കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിക്കും. ഓക്കെ, താങ്ക് യു.
ഞാൻ പറയുന്നതൊന്ന് എന്തിന് തോമസ് ഡിസോൾവ് എന്ന് പറഞ്ഞ ആളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും ആലോചിക്കാനില്ല. നീ എന്ത് എന്തു ചെയ്യും? ഞാൻ അയാളെ റോഡിലിട്ട് പട്ടീനെ പോലെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ഞാൻ അയാളെ കുത്തിക്കൊല്ലും. അതൊന്നും പാടില്ല മോനെ. ഒരു മഹാഭാവിയെ വന്നിട്ട് നിന്റെ ജീവിതം നശിപ്പിക്കാനാണോ? നമ്മുടെ ഗ്രൂപ്പിന്റെ തീരുമാനം നീ മറന്നുപോയോ? ഓർമ്മയുണ്ട്, എല്ലാം എനിക്കറിയാം. എല്ലാം അതീവ രഹസ്യമായിരിക്കണം. ആരും പിടിക്കപ്പെടരുത്. ഓരോന്നിനും ഓരോ കാലമുണ്ട്. വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം. ഓരോന്നിനും ഓരോ കാലമുണ്ട്. വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം. ഗോമസ് ഡിസോൾവ തിന്മയുടെ മഹാവനത്തിലെ രക്തദാഹിയായ മൃഗം, എന്നാൽ പുറത്തേക്ക് വിശുദ്ധൻ, നന്മ നിറഞ്ഞവൻ. കൊച്ചു പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊല്ലുന്നതാണ് അവന്റെ ലഹരി. ഒന്നാം തരം സൈക്കോ. നാം അത് മനസ്സിലാക്കണം. പക്ഷേ നിയമം ഒരിക്കലും അയാളുടെ മേൽ പക്ഷേ കൈവയ്ക്കില്ല. നമ്മൾ കൈവയ്ക്കും. സഖാവ് അതറിയണം. കൊച്ചു പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് അവനെ ഏൽപ്പിക്കുന്ന ഒരു റാക്കറ്റ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അറിയോ? ബിസിനസ് മാഗ്നറ്റ്, എന്നാൽ കലാകാരന്റെ മുഖം. ഞാൻ ആകാശത്ത് നിന്ന് പൂമഴ പെയ്യിക്കും. മാസ്റ്റർ, ആകാശത്ത് നിന്നും പൂമഴ പെയ്യ്ക്കൂ. ഞാൻ ആകാശത്ത് നിന്ന് ആനയെ വരുത്തും. നൃത്തമാണ് മക്കളെ. രാവ് ഒരു നൃത്തം, പകലൊരു നൃത്തം. പ്രപഞ്ചത്തിലെ ഓരോ പരമാണുക്കളും നൃത്തമാടുകയാണ്. അതാണ് സദാശിവം. മക്കളെ, നിങ്ങൾ ഈ നൃത്തത്തിന്റെ ലാസ്യലഹരിയിൽ ആറാടൂ. അപ്പോൾ നിങ്ങൾ ദൈവത്തിലേക്കെത്തും. പ്രപഞ്ചമെന്ന മഹാനൃത്തത്തിനോടൊപ്പം നമ്മുടെ പാദങ്ങളും ചിലങ്കകളും ചലിക്കണം. ഒപ്പം നമ്മുടെ മനസ്സും ആത്മാവും ചലിക്കണം. ഈ മഹാപ്രപഞ്ചത്തിന്റെ നൃത്തത്തിൽ അലിഞ്ഞു ചേരുക, സായുജ്യം നേടുക. ആകാശത്ത് നിന്നും പൂമഴ പെയ്യ്ക്കൂ. മാസ്റ്റർ, ആകാശത്ത് നിന്നും ആനയെ വരുത്തും. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഇനി എന്റെ നടുക്കുന്ന മറ്റൊരു മാജിക്. ഈ സുന്ദര കുട്ടനെ കണ്ടില്ലേ? ഇവനെ ഞാൻ 4 കഷ്ണങ്ങളാക്കും. പിന്നീട് പുനർജീവിപ്പിക്കും.
അയാൾ ആ സ്റ്റേജിൽ വെച്ചിട്ട് ആ കുട്ടിയെ കുത്തിക്കൊന്നു. കുറെ നാള് മാധ്യമങ്ങൾ അത് കൊണ്ടു നടന്നു. പിന്നെ ആരും ശ്രദ്ധിക്കാണ്ടായി. ക്രമേണ അത് കെട്ടടങ്ങി. ഓ പിന്നെ എന്നിട്ടാണ് ലോകം മുഴുവൻ നിലനിൽക്കുന്നത് മുഴുവൻ. കവികൾ ഈ സമൂഹത്തിന് ആവശ്യമാണ്. അവർ ചുമ്മാ അങ്ങനെയാണെങ്കിൽ ഭരണം മുഴുവൻ കവികളെ ഏൽപ്പിച്ചാൽ പോരായിരുന്നു. അവരാണ് ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ഓ പിന്നെ അങ്ങനെയാണെങ്കിൽ പുരാതനായിട്ട് നമ്മളോടൊപ്പം ഈ കവികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ഈ നവോത്ഥാന ഇടപാടുകളിലൊക്കെ കവികളെല്ലാം മുന്നോട്ട്. അവരുണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതിപ്പോ മിത്തുകളും സങ്കല്പങ്ങളും ഒക്കെ കവികളൊക്കെ ഈ നാടിനൊരു ശാപമായിട്ട് മാറി. സമൂഹത്തിന്റെ എന്തുകൊണ്ടാണ് അവർ വായടച്ചിരിക്കുന്നു? ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം വായ തുറക്കണ്ട്. ഒന്നും അതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റില്ല. കൊല്ലേണ്ട അടുത്ത് കൊല്ലുക തന്നെ വേണം. അതൊന്നും പറയണേ. ഏതോ ഒരു കവിയെ കുറിച്ചുള്ള അയാൾ എന്നോടും അത് തന്നെ പറഞ്ഞത്. ഏതോ കവി ഇന്ന് മരിക്കുന്ന മറ്റോ. സുപ്രസിദ്ധ കവി ജോൺ സിറേക്ക് അന്തരിച്ച് ഇന്ന് രാവിലെ 10 മണിയോടെ ഒരു ടിപ്പർ ലോറി അദ്ദേഹത്തിന്റെ കാറിനെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. എടോ, താനും തന്റെ നരച്ച മുടിയനും ചേർന്ന് എന്നെ അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിക്കണ്ട. സാർ എന്തായി പറയണ? നിങ്ങൾ രണ്ടും കൂടി ആ വൈഗ ഡിറ്റക്റ്റീവിനെ സഹായിക്കാന്ന് എനിക്കറിയാം. എന്താ സാർ, എന്താ പ്രശ്നം? ഒന്നും അറിയാത്ത പോലെ. കാക്കിയിട്ട് ഒരു തോൽക്കുന്ന കാണാൻ നിങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാണല്ലേ? എന്തിനാ സാറ് വെറുതെ അനാവശ്യം പറയുന്നത്? പറഞ്ഞ താൻ എന്ത് ചെയ്യോടോ? എന്നെ വിടറോ. സാർ നിക്ക് സാറേ. സാറ് നിക്ക്. ഹലോ, ഡോക്ടർ മുനീറല്ലേ? അതെ, ഞാൻ മനസ്സിലായി. DYSP വിഷ്ണുപ്രസാദ് അല്ലേ? ഞാനന്ന് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. ഹരിചന്ദ്രനെ പോലും ദേഷ്യം പിടിപ്പിക്കുന്ന സംഭവങ്ങളെ നടക്കുന്നു. അതൊക്കെ ശരിയാണ്. ആർക്കും സമനില തെറ്റിപ്പോയി. ഡോക്ടർ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എൻ്റെ പെരുമാറ്റം വളരെ മോശമായിപ്പോയി. ഞാനത് എപ്പോഴും വിട്ടു കളഞ്ഞു. അതൊക്കെ അങ്ങ് മറന്നേക്കും. വിദ്വേഷം ഒരു പരിധിക്ക് അപ്പുറം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നല്ലേ നിയമം? താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. അതെ സാറേ, അയാൾ പറഞ്ഞോടത്തൊക്കെ ഞങ്ങൾ പരിശോധിച്ചു സാറേ. ഇവിടെ ഇന്ന് കുഴികളെടുത്തതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലേ സാറേ. ആ കഴിവേറുടെ മോൻ നമ്മളെ പറ്റിക്കായിരുന്നു അല്ലേ? ഏതോ തല തിരിഞ്ഞവനവൻ. അവൻ ജഗനല്ല, ജഗജില്ലിയാണ്. ഇവനൊക്കെ കുരങ്ങ് കളിപ്പിക്കാൻ പോലീസിനെ തന്നെ വേണം. അവനെൻ്റെ കയ്യിൽ കിട്ടട്ടെ. ഏതായാലും കുറെ കൂടി പരിശോധിക്കേ. ശരിയാ സാറേ. ചെറുപ്പം അയാൾ പറഞ്ഞതൊക്കെ നേരാണെങ്കിലോ? നേരായാൽ അവന് നല്ലത്. ഇല്ലെങ്കിൽ എൻ്റെ തനി ഗുണം അവൻ അറിയും. लिया छैल गाबरू फसा मखा तेरी आँखा में है नशा मखा कितले जाके तरेगी जट्टा के छोरे ने हाय रे मारेगी जट्टा के छोरे ने हाय रे मारेगी जट्टा के छोरे ने कर बैठा प्यार गुलाबा ते हथियारा में जो खेला था तेरे हुस्न का पहरेदार बना जो रोज मुकदमे झेला था कि मैं जीना मुश्किल करगी आके तू धोरे ने हाय रे मारेगी जट्टा के छोरे ने हाय रे मारेगी മോളെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടമായിട്ട്. വളരെ ഫോട്ടോ എടുത്തോട്ടെ. മോളൊരു സെൽഫി. പോടോ താൻ എന്താ കാണിക്കുന്നത്? എടോ എന്താ പ്രശ്നം? എന്താടോ
എന്താ പ്രശ്നം? എന്താ ഫോട്ടോ എടുത്താണ്. നീ ഫോട്ടോ എടുക്കണം. എന്താ ഫോട്ടോ എടുക്കണം? നീ ആരുടെ ഫോട്ടോ എടുക്കാൻ? തന്നെ ഞാൻ ഉണ്ടല്ലോ. താനെ ഫോട്ടോ എടുക്കണം. തന്നെ ഞാൻ ഉണ്ടല്ലോ. മോൻ സമയത്തിന് വന്നതുകൊണ്ട് ഞങ്ങള് രക്ഷപ്പെട്ടു. മോൻ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളാകെ പേടിച്ചേനെ. മോനെ പോലെയുള്ളവരെ ദൈവം രക്ഷിക്കും. എന്റെ മക്കളാ അവര്. ഇതെന്റെ മോൻ. ശരി എന്നാ. ശരി. ഹലോ ഹലോ, ഒന്ന് ഇങ്ങോട്ട് വരും. നിക്കോ. എന്താ? ആഹാ, താങ്കളുടെ ഭാര്യയുടെ അസുഖമൊക്കെ മാറിയോ? പിന്നെ ഒരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ എന്തായി? അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അങ്ങനെ ചില കഴിവുകളൊക്കെ എനിക്കുണ്ടെന്ന് കൂട്ടിക്കോളൂ. ശരിയായോ? അതൊക്കെ എല്ലാവരും പറയണതല്ലേ. ആണോ? എന്നാൽ ഒരു കാര്യം, നമ്മുടെ TV താരം നീരജ് വർമ്മയെ അറിയുമോ? അയാൾ ഇന്ന് അസ്തമയത്തിന് മുമ്പേ മരിച്ചിരിക്കും. നീരജ് വർമ്മ, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരാളല്ലേ? അതെ. ഒന്ന് പോടോ, ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് കുഴപ്പം. ഇതാ കുഴപ്പം. മനസ്സിലാവുമ്പോ മനസ്സിലായിക്കോളും. പ്രശസ്ത സീരിയൽ താരം നീരജ് വർമ്മ വാഹനാപകടത്തിൽ മരിച്ചു. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു സംഭവം. തന്റെ നൃത്തച്ചുവടുകളോടെ മലയാളി മനസ്സിനെ കീഴടക്കിയ നീരജ് വർമ്മയുടെ നിര്യാണത്തിൽ സാംസ്കാരിക മന്ത്രി ദുഃഖം രേഖപ്പെടുത്തി. വരൂ വരൂ, നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. മാഡം വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. ഞാനിവിടെ വരാൻ പറഞ്ഞത് എന്തെന്നോ, ഓഫീസിലിരുന്ന് മടുത്തു. ഇവിടെ ആവുമ്പോ കാറ്റും കൊണ്ട് സംസാരിച്ചിരിക്കാലോ. കൊള്ളാം, ഡിക്റ്റേറ്റീവുകൾക്കും തലക്കൽപ്പം കാറ്റ് കൊള്ളാമല്ലോ. മാഡത്തിന് എന്തോ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതൊന്നുമില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ ഒന്ന് കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. ചില കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി അവർ നമ്മളെ കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. ആ വിഷ്ണുപ്രസാദ് ഉണ്ടല്ലോ, അയാളാണ് ഇതിനെല്ലാത്തിനും പുറകെ. അല്ലെങ്കിൽ ആ തടിരത്തിന് നെകളിപ്പ് കൂടുതലാ. കാക്കിയിട്ട കുശുമ്പ്, അതിനാണെങ്കിൽ മരുന്നുമില്ല. കഷണ്ടിക്കും കുശുമ്പിനും മരുന്നില്ലാന്നല്ലേ? ആ തടീനെ നമുക്കൊന്ന് പിടിച്ചു കെട്ടണം. നമ്മൾ പല കേസിലും അവരെ കടത്തി വെട്ടിയിട്ടുള്ളതല്ലേ, അതിന്റെ ഒരു ചൊരുക്ക് അത്രേ ഉള്ളൂ. മാഡം സൈലന്റ് ആയിട്ടിരിക്കേ. അയാള് നമ്മളെ കുറുക്കാൻ നോക്കിയാ അതിനേക്കാൾ വലിയ ട്രാപ്പിൽ നമ്മള് അയാളെ കുരുക്കും. കടുവയെ പിടിക്കുന്ന കിടുവ. ടെലിവിഷൻ താരം നീരജ് മേനോന്റെ മരണം ഒരാൾ പ്രവചിച്ചിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ സാറേ, ഒരു ഹോട്ടലിന് പുറത്ത് വെച്ചാ ഞാൻ കണ്ടത്. എന്റെ ചങ്ങാതി, നീ വല്ല ഓർക്കോളി കഴിച്ചിട്ടാണോ വന്നേക്കണ്? അതൊന്നല്ല സാറേ, ഞാൻ നല്ല സുബോധത്തോടു കൂടിയാ പറയണത്. അയാളെ കണ്ടാൽ വീണ്ടും നിങ്ങൾ തിരിച്ചറിയോ? ഉറപ്പാ സാറേ, ഞാൻ കണ്ട തിരിച്ചറിയും. ഇത് നഗരത്തിലെ പ്രധാന കുറ്റവാളികളുടെ ഫയലാണ്. ഇത് നോക്കിയിട്ട് ആരാന്ന് പറയടാ. ഹലോ മോളെ. ഡ്യൂട്ടിയിലാണോ പപ്പ? അതെ, ഞാൻ ഡ്യൂട്ടിയിലാണ്. ഒന്ന് വേഗം വാ പപ്പ. ഇതൊന്ന് കഴിഞ്ഞിട്ടോ മോളെ, ഇപ്പൊ വരാട്ടോ.
കൈനോട്ടക്കാരി, വരണം വരണം. എന്റെ കയ്യൊന്ന് നോക്കി ലക്ഷണം പറഞ്ഞാട്ടെ. ഇന്നത്തെ ദിവസം ചീത്തയോ നല്ലതോ? കൈ നോക്കാതെ തന്നെ പറയാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് രാശി കെട്ടത്. പറഞ്ഞ വാക്കുകളൊന്നും ഫലിക്കില്ല. പറഞ്ഞ കാര്യങ്ങൾ നടക്കില്ല. ആഹാ, അങ്ങനെയാണോ? അതെ സാറേ. ഓ, എന്നാൽ ഞാനിതാ പ്രവചിക്കുന്നു. പ്രശസ്ത ക്രിക്കറ്റ് കോച്ച് അർജുനൻ പിള്ള നാളെ വെളുക്കും മുമ്പേ മരിച്ചിരിക്കും. ഇല്ല സാറേ, നടക്കില്ല. നാളെ രാപ്പുലരും വരെ നിങ്ങൾ പറഞ്ഞതൊന്നും നടക്കില്ല. എന്നാൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. നിന്നെ ഇനിയും കാണണം. കേട്ടോ കേട്ടോ, ഇപ്പൊ പോയിക്കോ. നടക്കില്ല പോലും. ആ മനുഷ്യൻ ആരാന്ന് എനിക്ക് ഒരു പിടിയില്ല. ആളുടെ പിറകിൽ എന്തോ കുഴപ്പമുണ്ട്, അത് തീർച്ച. എന്തു കുഴപ്പങ്ങൾ? അത് അയാള് പ്രവചിച്ച എല്ലാവരും മരിച്ചിട്ടുണ്ട്. അർജുനൻ പിള്ളയുടെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അതായത് അയാളും അടുത്ത് തന്നെ മരിക്കുമെന്ന് അർത്ഥം. അത് തടയണമെന്നേ. എങ്ങനെ? അതൊന്നും നടക്കുന്ന കാര്യമില്ല. പ്രൈവറ്റ് ആണെന്നല്ലേ ഉള്ളൂ, പക്ഷെ ബുദ്ധിയുണ്ടല്ലോ. ഇക്കാര്യം ഇവിടെ അറിയിക്കേണ്ടത് എന്റെ കടമയല്ലേ. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ അന്വേഷിക്കട്ടെ. കുട്ടി പോയിക്കോളൂ, ഞങ്ങൾ നോക്കാം. നിങ്ങൾക്കെന്താ പറയാനുള്ളത്? ഒരു പ്രവാചകൻ. അയ്യോ ദൈവമേ, വീണ്ടും പ്രവാചകൻ. പ്രവാചകൻ നിങ്ങളോട് എന്ത് ചെയ്തു? എന്നോടൊന്നും ചെയ്തില്ല, പക്ഷേ അയാൾ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുക. ഈ പ്രവാചകൻ നമ്മൾ ചുറ്റിക്കുന്ന തോന്നുന്നു. അയാൾ പറഞ്ഞാൽ അത് സംഭവിക്കും. ഇനി വല്ല കരിനാക്കോ മറ്റോ ആണോ? ഈ വിഷയം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. നമ്മളും ബന്ധപ്പെട്ടു പോയില്ലേ? അല്പം മുമ്പ് പോയ ആളും ഇതേ വിഷയം തന്നെയാണ് അവതരിപ്പിച്ചത്. കൊള്ളാം. വൈഗ മാഡം, ഇത് മൂന്നാമത്തെ തവണയാണല്ലോ മേക്കപ്പ് ഇടാൻ തുടങ്ങിയിട്ട്. അതിപ്പോ ബുദ്ധിയുള്ളവർക്ക് സൗന്ദര്യം പാടില്ലെന്നില്ലല്ലോ. ഓ, ബുദ്ധിയുടെ കാര്യമൊന്നും പറയണ്ട. നമ്മളൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോണു. അതെങ്ങനെ? മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും എന്നല്ലേ? വൈകടിക്റ്റിൽ വന്നതുകൊണ്ടേ ഐക്യം ഒത്തിരി കൂടിപ്പോയി. അതിപ്പോ വൈഗ മേഡം, പിന്നെ ഞങ്ങളെ പോലെ എല്ലാവർക്കും ബുദ്ധിയും സൗന്ദര്യവും എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. ജിനിമോളെ, രാവിലെ തന്നെ ഞങ്ങളെ ചിരിപ്പിക്കില്ല മോളെ. എനിക്ക് പനിയാ. എന്നാൽ ഈ പുരുഷ കേസരികളുടെ ബുദ്ധി ഒന്ന് പരീക്ഷിക്കും. 1 ക്വസ്റ്റ്യൻ. ചോദിക്കൂ, ഞാൻ തയ്യാറാണ്. ഒരു കൊല ചെയ്യപ്പെടുന്നു. അത് ജനൽ ഗ്ലാസിൽ കൂടി കണ്ട ഒരു ദൃക്സാക്ഷി പറയുന്നത് വളരെ ഉയരം കുറഞ്ഞ ഒരാളാണ് ആ കൃത്യം ചെയ്തതെന്നാണ്. കൃത്യം അയാളുടെ വയറിലാണ് വെടികൊണ്ടത്. എന്നിട്ട് എന്നാൽ ആരും അങ്ങനെ ഒരാൾ വരുന്നതോ പോകുന്നതോ കണ്ടിട്ടില്ല. പകരം നല്ല ഉയരമുള്ള ഒരു ചെറുപ്പക്കാരനെ അവിടെ കണ്ടു. അയാളെ മാത്രമേ പരിസരത്ത് കണ്ടതായിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഒന്ന് പറഞ്ഞു നോക്കൂ. വൈഗ മേഡം, എന്നോട് ഇങ്ങനെ സില്ലി ചോദ്യങ്ങളും ചോദിക്കില്ലേ? അതൊക്കെ ഇവരോട് ചോദിക്കൂ. അങ്ങനെ നിങ്ങൾ മുങ്ങണ്ട, ഉത്തരം പറ. ഞാനും അങ്ങനെ തന്നെയാണ് മേഡം.
എന്നാ ഞാൻ പറയാം. അതെ. ആ ഉയരമുള്ള ചെറുപ്പക്കാരൻ നേരെ നടന്നു വരുന്നു. എന്നിട്ട് മുട്ടുകുത്തി നേരെ ഒരു കാച്ച്. ജനലിൽ കൂടെ കണ്ടയാൾ കൊലയാളി ഒരു കുള്ളനാണെന്ന് സങ്കല്പിക്കുന്നു. സ്വാഭാവികം. മാർവലസ്. എന്റെ അമ്മ ഇത്ര ബുദ്ധി ഉണ്ടായിരുന്നോ? ലുക്കില്ലാന്നേ ഉള്ളൂ. അതവിടെ പോയി നോക്കണം സാറേ. ഒന്നിന്നു നിനച്ചു നാം ഒരുമയല്ലോ ഞങ്ങൾക്ക് ആ ജഗൻ എന്ന ആളെ കുറിച്ചാണ് അറിയേണ്ടത്. കുറച്ചു കാലമായിട്ട് അയാളുടെ ഭാര്യയെ കാണില്ലെന്ന് പറയുന്നു. പോകൂ വസന്തമേ അകന്നു പോകൂ പ്രണയ സുഖങ്ങളെ പോയി മറയൂ. ഒന്നിന്നു നിനച്ചു നാം ഒരുമയല്ലോ കരുതി നാം അകലങ്ങൾ മാമിപ്പോൾ ബാക്കിയായി. ഒന്നിന്നു നിനച്ചു നാം ഒരുമയല്ലോ കരുതി നാം അകലങ്ങൾ മാമിപ്പോൾ ബാക്കിയായി. പോകൂ വസന്തമേ അകന്നു പോകൂ പ്രണയ സുഖങ്ങളെ പോയി മറയൂ. മധുരം വേണ്ടനി മധുരിമകൾ വേണ്ടനി മിഴിനീരളയുന്ന മനസ്സുമതി. ചിരികൾ വേണ്ടനി കിലുങ്ങുന്ന ചിലങ്കകൾ വിരഹം മതി വിഷപാനം മതി. അണയാത്ത ദുഃഖമേ നീ അടുത്തിരിക്കൂ പ്രിയ സന്തോഷമേ നീ അകന്നു പോകൂ. സുഖങ്ങൾ വേണ്ടനി സുദിനങ്ങൾ വേണ്ട സഹനത്തിൽ തീച്ചുഴി മാത്രം മതി. ആശകൾ വേണ്ടനി ആശംസകൾ വേണ്ട കടും വേനൽ മതി കത്തുന്ന ദുഃഖം മതി. വെറുപ്പൂ മതി വെറുതെ കരച്ചിൽ മതി. ഇതാ കാണുന്നത് സാറേ അയാൾ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. അവിടെയാണ് സാറേ അയാൾ പറഞ്ഞ അടുത്ത സ്ഥലം. അവിടെ തന്നെ അവിടെ തന്നെ. ആ ഭാഗത്തൊന്നും നോക്കായിരുന്നില്ല. അവിടെ എല്ലാം നോക്കിയ എവിടെയാണോ? എൻ്റെ സാറേ ആ പ്രൊഫസർക്ക് ആ ആക്സിഡന്റ് തലയ്ക്ക് വെളിവിലാണ്. അതിൻ്റെ കുഴപ്പം കൊണ്ടാണ് അയാൾ എപ്പോഴും വീടിൻ്റെ അകത്ത് പെൺപിള്ളേരുടെ ശവങ്ങൾ കാണുന്നതും അത് അവിടെ ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മഴ പോയിട്ടുണ്ട്, നമുക്കൊരു ചായ കുടിക്കാം. அந்த ஏரியால ஆளை புரியுமா? அது இந்த புட்டாட்டி ஏரியா கலாட்டு உங்களுக்கு தெரியும்.
உங்கள் பார்த்திருக்கா ஏதாவது டவுட் இருந்தா உங்களை ஸ்டேஷனுக்கு கூப்பிடுங்க. എനിക്ക് തോന്നുന്നില്ല അയാൾ പറയുന്നത് നേരാ. അതെന്താ? ചിലപ്പോ ആക്സിഡന്റിൽ അയാൾ തലച്ചോറിന് എന്തെങ്കിലും ക്ഷത സംഭവിച്ചാണെങ്കിലോ? അത് കാരണം ഓരോ ഹാലൂസിനേഷൻ പറയുന്നു. ഒരു പോലീസുകാരനെന്ന സെൽഫ് കോൺഫിഡൻസ് വെച്ചിട്ട് ഞാൻ പറയുക, ആ 4 കൊലപാതകങ്ങളുടെ പിന്നിലും അയാൾക്ക് പങ്കുണ്ട്. പക്ഷേ ആ 4 ജഡങ്ങളും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് നമ്മുടെ ഒരു പരാജയം തന്നെയാണ്. സാർ, ഞാൻ ലീവാണ്. ഓക്കെ സാർ, അയാളൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. സാറ് വെറുതെ അയാൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സാറിന്റെ തെറ്റിദ്ധാരണയാണ് സാറേ. അയാളൊരു ഞാൻ പറയുന്നു അയാളാണ് ചെയ്തിട്ടുള്ളതെന്ന്. പിന്നെ നിങ്ങൾ എന്താ ധിക്കാരം പറയുന്നത്? അയാൾ പാവായതുകൊണ്ടാണ് നമ്മൾ പറയണത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കേട്ടുള്ളൂ. സാറ് വിട്. സാർ അവിടെ ഇരിക്കി. സാർ അവിടെ ഇരുന്നു. സാർ അവിടെ ഇരിക്കി. സാർ അവിടെ ഇരിക്കി. എന്താ സാറേ ഇങ്ങനെ? നമ്മളെ ഒരുമിച്ച് നിൽക്കണം. അല്ല സാറേ, സാർ കൂളാവ്. എന്താ സാറേ, വെള്ളം എന്തെങ്കിലും? ഓക്കെ, ഞാൻ പൊക്കോളാം. സാറേ, വെള്ളം എന്തെങ്കിലും? സാറിന്റെ മൂടൊക്കെ ആകെ മാറിപ്പോയി. മുമ്പൊന്നും നമ്മളിങ്ങനെ കൊലൊന്നും കണ്ടിട്ടില്ല അല്ലേ? സാറിന്റെ അനുഭവങ്ങൾ അങ്ങനെയല്ലേ? സാറിന്റെ കാര്യം നമുക്കറിഞ്ഞൂടെ? സാറിന്റെ ഭാര്യയും കുട്ടിയാണ് പോയി. എന്നാൽ അദ്ദേഹം വിചാരിക്കുന്നത് അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ്. ഫോണിൽ സംസാരിക്കുന്നത് കേട്ടാൽ അവർ ഇപ്പോഴും ജീവനോട് ഉണ്ടെന്ന് തോന്നുന്നു. കേസിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഡോക്ടർ സാറേ, തൂങ്ങിച്ചാവുന്നതിനേക്കാളും നല്ലത് റെയിലിൽ തലവയ്ക്കുന്നതല്ലേ? അതല്ല ഒരു അന്തസ്. സാറ് പിന്നെയും അത് കളയും സാറേ. അതൊക്കെ വിട്ട് കളയും സാറേ. എപ്പോഴും ഇങ്ങനെ മരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒട്ടും നല്ലതല്ല. ഒരു ഡോക്ടർ എന്ന നിലയ്ക്കാ ഞാൻ പറയും. എന്നാലും ഈ റെയിൽ കാണുമ്പോൾ ഒരു കൊതി. അമ്മയും കുഞ്ഞും കൊല്ലപ്പെട്ടു. വിശ്വരൂപാനന്ദാശ്രമത്തിലെ കലോത്സവത്തിൽ പങ്കെടുത്തു മടങ്ങുമ്പോഴായിരുന്നു സംഭവം. വിഷ്ണുപ്രസാദ് എന്ന പോലീസ് ഓഫീസറുടെ ഭാര്യയും മകളുമാണ് കൊല്ലപ്പെട്ടതെന്നറിയുന്നു. പ്രശസ്ത നിയമോപദേശകൻ അഡ്വക്കേറ്റ് ഹരിലാൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. ഈ മരണം ഒരാൾ മുൻകൂട്ടി പ്രവചിച്ചതായി ചിലർ പറയുന്നു. പോലീസിന്റെ അന്വേഷണത്തിനൊടുവിൽ അയാളെ കണ്ടെത്തി. എന്നാൽ ചോദ്യം ചെയ്യലിൽ നിന്നും വെളിവായ വസ്തുത ഇതാണ്: അയാൾ 3 വർഷമായി മാനസിക ചികിത്സയിലാണ്.
അതുകൊണ്ട് എങ്ങനെയാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്താൻ കഴിയുകയെന്ന് തനിക്കറിയില്ല എന്ന് അയാൾ പറഞ്ഞു. അയാൾ ചികിത്സിക്കുന്ന മാനസിക ഡോക്ടറുമായും പോലീസ് ബന്ധപ്പെട്ടു. എല്ലാവർക്കും വിളിച്ചു, എന്റെ മനസ്സിൽ മാത്രം വിളിച്ചില്ല. ഞാനെന്താ എന്താ സാറേ ഞങ്ങളുടെ കൂടെ വാ കേട്ടോ, ഞാൻ സാറിന്റെ കാര്യം ഒന്നെന്നു നിലച്ചു നാം ഒരുമയെന്നു കരുതി നാം അകലങ്ങൾ മാമിപ്പോൾ ബാക്കിയായി. പോകൂ വസന്തമേ അകന്നു പോകും പ്രണയ സുഖങ്ങളെ പോയി മറയൂ പ്രണയ സുഖങ്ങളെ പോയി മറയൂ. ഡാ പ്രകാശ്, നിങ്ങൾക്കൊക്കെ എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം? അത് ചോദിക്കാനുണ്ട് സാറേ. സാറ് ഞങ്ങൾക്ക് അതവിടെ നിൽക്കട്ടെ. ഞാൻ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നു? സാറെന്ത് ഈ പറയണ സാറേ? സാറിനെ പോലൊരു നല്ല മനുഷ്യൻ ജീവിച്ചിരിക്കണം സാറേ. ജീവിച്ചിരിക്കണം സാറേ. എന്തിനാ വേണ്ടാത്ത വർത്താനൊക്കെ പറയണത്? എൻ്റെ ശ്യാമയും മൂടുമില്ലാത്ത ലോകത്ത് ഞാനെന്തിനാ വെറുതെ? അവരെ കൊന്നവരോട് പ്രതികാരം വിട്ടണം. അതിനു വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരുന്നത്. എനിക്ക് ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു. അവരെ കൊന്നവരെ ഞാനും കൊന്നു. ഇനി എന്തിനാണ് ഞാൻ? മധുരം വേണ്ടനി മധുരിമകൾ വേണ്ടനി മിഴിനീരളയുന്ന മനസ്സുമതി ചിരികൾ വേണ്ടനി കിലുങ്ങുന്ന ചിലങ്കകൾ വിരഹം മതി വിഷപാനം മതി. എന്താണ് സാറേ, വലിയ ആലോചനയിലൊക്കെ ആണല്ലോ? വല്ല കേസിന്റെ കാര്യമൊക്കെ ആണോ? നമ്മളൊക്കെ എന്താ ആലോചിക്കാൻ? പോലീസുകാരന് ബുദ്ധിയുണ്ടോ? ഇതൊക്കെ ഏത് പോലീസുകാരനും പറയാലോ. ഇങ്ങനെയൊക്കെയല്ലേ നാട്ടുമൊഴി. അങ്ങനെയൊന്നും ഇല്ലാന്നേ. ബുദ്ധിയുള്ള പോലീസുകാരുണ്ടാവൂലോ. നിങ്ങളല്ലേ ഷെർലോക്ക് ഹോംസിന്റെ തലച്ചോറുമായി നടക്കുന്നത്? കളിയാക്കാതെ പ്രകാശൻ സാറേ. ആ വാശിക്ക് ഒരു ചോദ്യം ചോദിക്കേ. എന്താ ചോദിക്കേ? ഒരു ഫ്ലാറ്റ് ഒരു കൊലപാതകം നടന്നു. മരിച്ചയാൾ
കസേരയിൽ ബന്ധിക്കപ്പെട്ട നിലയിലാണ്. തലയുടെ പിറകിലാണ് വെടിയേറ്റിരിക്കുന്നത്. എന്നാ കൊലപാതകം തന്നെ. പ്രോബ്ലം അതല്ല, വാതിലും ജനലും എല്ലാം അടച്ചിരിക്കുക. എന്നാൽ താക്കോൽ മരിച്ചയാളുടെ പോക്കിൽ തന്നെയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? താക്കോല് മരിച്ചയാളുടെ പോക്കറ്റിലാണെങ്കിൽ കൊലയാളി എങ്ങനെ വാതിൽ പൂട്ടി? ഒന്നിലധികം താക്കോൽ ഉണ്ടാവുമല്ലോ. ഒന്നിലധികം താക്കോൽ ഉണ്ടാവാം. ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ. അതാണെങ്കിൽ മരിച്ചയാളുടെ പോക്കറ്റിലും. അയ്യോ, അതിനുള്ള ഉത്തരം പറയാനുള്ള ത്രാണി ഉണ്ടെങ്കിൽ ഞാൻ എന്നോ രക്ഷപ്പെട്ടാന്. എന്നാൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. പിടിച്ച ഉത്തരം. ഒരു സൂചി എടുക്കുന്നു, അതായത് തുന്നുന്ന സൂചി. എന്നിട്ട് നീണ്ട ഒരു നൂലിൽ കോർക്കുന്നു. സൂചി മരിച്ചയാളുടെ പോക്കറ്റിലിടുന്നു. എന്നിട്ട് നൂല് നേരെ വാതിലിന്റെ മുകളിലൂടെ പുറത്തേക്ക് നീട്ടുന്നു. വാതിൽ അടച്ചുപൂട്ടുന്നു. പിന്നെ ഒരു കസാരയിൽ കയറിയിരുന്ന് താക്കോൽ നൂലിൽ കോർത്ത് താഴേക്ക് വിടുന്നു. അത് നേരെ പോയി മരിച്ചയാളുടെ പോക്കറ്റിൽ വീഴുന്നു. തുടർന്ന് സൂചി നൂലും വലിച്ചെടുക്കുന്നു. സക്സസ്. റൈറ്റ്? ഇതൊക്കെ അത്ര പ്രായോഗികമാണോ? ആ, അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. നിരവധി അപകടങ്ങൾ സാധാരണയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അപകടങ്ങൾ മുഴുവൻ അറിയപ്പെടുന്ന ആളുകളാവുമ്പോൾ അതിനെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് തന്നെ ബാബേട്ട പ്രശ്നം. എല്ലാ അപകടങ്ങളും ഒരുപോലെയാണ്. ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം കൊലപാതകങ്ങളാണോ? പോലീസും മണ്ണാങ്കട്ടൊക്കെ ഉണ്ടായിട്ട് എന്ത് അതൊക്കെ ഒരു പേരിന് ഉണ്ടാക്കിയിട്ടുള്ള നിയമല്ലേ? അത് തന്നെ ഞാനും പറയുന്നത്. ഈ വക കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നമ്മള് രണ്ടെണ്ണം മേടിക്കുക, അടിക്കുക, ബിന്ദാസായിട്ട് കിടന്ന് നടക്കുക. അപ്പോൾ നമുക്ക് പിരിയാം. ഞാൻ ബാറിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പോരെ, ഞാൻ പോവാം. അപ്പൊ ശരി ബാബേട്ടാ. ഓ ശരി ശരി. ആ, നിങ്ങളിവിടെ ഉണ്ടല്ലേ? ഉണ്ട്. ഞാൻ എവിടെ പോവാനാ? എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ ശ്രീമാൻ. എന്റെ കാതുകൾ തുറന്നു തന്നെ ഇരിക്കുന്നത്. നിങ്ങൾ ഈ ഒടിയന്റെ മുമ്പിൽ മായം കളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിങ്ങൾ നിർത്തണം. അതിന് ആരും ആരെയും കൊല്ലുന്നില്ലല്ലോ. അവർ ചാവുന്നതല്ലേ. അതിനിപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നു, അത് നിർത്തണം. ഇയാളാര്? നൃത്തക്കാരൻ? നിർത്താൻ? തോൽപ്പിക്കന്നെ, എല്ലാവരും കൂടി തോൽപ്പിക്കന്നെ. തോൽക്കല്ല ഞാൻ. ഞാനും ചില അന്വേഷണങ്ങൾ നടത്തി. അതിൽ നിന്ന് മനസ്സിലാകുന്നത് യഥാർത്ഥ ഗോമസ് മരിച്ചു എന്നാണ്. വിപ്ലവകാരികൾ നടത്തിയ വെടിവെപ്പിലാണ് സംഭവിച്ചത്. DNA എക്സ്പെർട്ട് പ്രേംപ്രകാശ് എന്നെ വിളിച്ചിരുന്നു. അയാൾ പറയുന്നു ജഗന്നാഥന്റെ വീട്ടിൽ നിന്നെടുത്ത DNA-യും ഇവിടെ ജഗൻ എന്ന പേരിൽ ആശുപത്രിയിൽ കിടന്ന വ്യക്തിയുടെ DNA-യും ഒന്ന് തന്നെയാണെന്ന്.
ഷെർലോക്ക് ഹോംസിന്റെ പുസ്തകം കിട്ടിയില്ല. പകരം അഗതാ ക്രിസ്റ്റിയാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടുപേരും നല്ല തന്നെ. ഹോംസും അഗതയും ഒരുപോലെ കുറ്റാന്വേഷണ രംഗത്ത് പാഠപുസ്തകങ്ങളാണ്. എന്നാ വീണ്ടും വരാട്ടോ. എന്നാ ശരി, കാണാം. ആ മാഷേ, ആ പോയതാരാണ്? പോലീസാണോ? അല്ല, അതൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. വൈഗ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ്. ബ്രേക്കിംഗ് ന്യൂസ്. കൊമ്പൻ രാജൻ ജയിൽ ചാടി. വാർത്തകൾ വിശദമായി. കൊമ്പൻ രാജൻ എന്ന വെളിപ്പേരിൽ അറിയപ്പെടുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ രാജശേഖരൻ ജയിൽ ചാടി. പ്രൊഫസർ ജഗന്നാഥൻ എന്നയാളെ ഡ്യൂട്ടിക്കിടയിൽ മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നതായിരുന്നു കേസ്. ജീവപര്യന്തം വിധിയിൽ 2 വർഷമായി ജയിലിലാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം നിരപരാധിയാണെന്നും മേലുദ്യോഗസ്ഥരായ ചിലരുടെ പകമൂലം രാജശേഖരനെ കേസിൽ കുടുക്കുകയായിരുന്നെന്നും സംസാരമുണ്ട്. മുഖം നോക്കാതെ നടപടിയെടുക്കുമായിരുന്ന സത്യസന്ധനായ ഈ യുവ പോലീസ് ഉദ്യോഗസ്ഥൻ അക്കാരണം കൊണ്ട് തന്നെ എല്ലാ കാലത്തുമുള്ള ഈ ഉന്നതരുടെ ശത്രുത നേടിയിരുന്നു. അവർ സമ്മാനിച്ച പേരാണ് കൊമ്പൻ രാജൻ എന്നത്. തുള്ളിയോടും പുള്ളിമാനെ നില്ലേ, നിന്റെ വള്ളിമേടക്കാട് വീടേ ചൊല്ലേ ചൊല്ലേ, നില്ല് നില്ലേ ചൊല്ല് ചൊല്ല്. ആ തമ്പിയുണ്ടല്ലോ, അയാൾക്ക് എന്നെ കാണുമ്പോ ഒരു ഇളിഞ്ഞ ചിരി. ഞാൻ എന്റെ ഭർത്താവിനോട് പറയണ്ടെന്ന് വെച്ചിട്ടാ. അത് പോട്ടെ മോളെ, കൊച്ചു കൊച്ചു കാര്യങ്ങളല്ലേ, വിട്ടുകളാ. അല്ലെങ്കിൽ അത് പറഞ്ഞ് വലിയ വഴക്കിലേക്ക് എത്തിച്ചേരും. നോക്കട്ടെ അയാൾ എത്ര വരെ പോവുന്ന്. പ്രൊഫസർ ജഗന്നാഥൻ, പഠിക്കുമ്പോൾ എനിക്ക് കവിതയോടായിരുന്നു ഇഷ്ടം. എന്നുവെച്ച് ആരെങ്കിലും കുറ്റം ചെയ്താൽ എന്റെ തണിഗുണം മാറും. ആ കുട്ടിയുടെ കാര്യത്തിൽ എനിക്കൊരു പങ്കുമില്ല സാറേ. പക്ഷേ ആ കുട്ടി അവസാനമായി വന്നത് നിങ്ങളുടെ ഫ്ലാറ്റിലായിരുന്നു. അന്നാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നുമില്ല. അതൊക്കെ ഓരോരുത്തർ പറയണതാ സാറേ. അങ്ങനെയായത് തനിക്ക് നല്ലത്. ഇതുവരെ ഔദ്യോഗികമായ ഒരു പരാതി ലഭിച്ചിട്ടില്ല. അഥവാ പരാതി ലഭിച്ചാൽ എന്റെ തനിനിറം മാറും. മുകളിൽ ഒരാളുണ്ട് സാറേ. ഞങ്ങൾക്ക് മക്കളില്ല. ആ കുട്ടീനെ സ്വന്തം മകളെ പോലെ ഞാൻ കരുതിയത്. ഉവ്വ് എല്ലാവരും ഇങ്ങനെ തന്നെ പറയാം. ആ പോയിക്കോ. അയാളിന്റെ ഭർത്താവൊക്കെ തന്നെ എന്നെ വലിയ സ്നേഹവുമാണ്. പിന്നെന്തിനാ നിങ്ങൾ അയാൾക്കെതിരെ പരാതി കൊടുക്കുന്നത്? കുട്ടികളില്ലാത്തൊരാളുടെ വാത്സല്യം അതായിക്കൂടെ? അങ്ങനെയല്ല സാർ. ഒരു പുരുഷന്റെ കണ്ണിലെ വികാരങ്ങൾ ഒരു സ്ത്രീക്ക് മനസ്സിലാവില്ലേ സാർ? അപ്പോൾ ആ കുട്ടിയെ കാണാതായതിനു പിറകിൽ പ്രൊഫസർ ജഗന്നാഥൻ തന്നെയാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? സാധ്യതയുണ്ട് സാറേ. ഈ കാലത്ത് എന്താ നടക്കാത്തത്? അങ്ങേര് ആ കുട്ടിയെ കൊണ്ടോ എവിടെയെങ്കിലും കുഴിച്ചു മൂടിയിട്ടുണ്ടാവും എന്നാ എനിക്ക് തോന്നുന്നത്. ക്ഷമിക്കണം എന്റെ പ്രൊഫസർ സാറേ, തെറ്റുപറ്റിപ്പോയി. ആണോ? എന്നാലേ വേണ്ട, നിർത്തണ്ട. ഞാൻ ഇനിയും ജയിലിൽ പോയി കിടന്നോളാം. ശാപവാക്ക് പറയല്ല സാറേ. എനിക്ക് ലക്ഷങ്ങളുടെ ബാധ്യതയുണ്ട്. അങ്ങേര് നിർബന്ധിച്ച് പറഞ്ഞപ്പോ. ശരി സാറേ, ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എനിക്കറിയാത് അയാളൊരു ദുഷ്ടനാ. എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. തനിക്കെങ്ങനെ തോന്നിയിടോ ഇത്? ശപിക്കല്ല സാറേ, എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ. പറ്റില്ലെങ്കിൽ അയാളുടെ പണം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇത്രമാത്രം പണം തരാൻ നിങ്ങളും അയാളും തമ്മിൽ എന്താണ് ബന്ധം? അയാൾ തമ്പി സാറിന്റെ തറവാട്ടിലെ കാര്യസ്ഥനായിരുന്നു.
എന്നാലും എൻ്റെ മകളെ പോലെ കരുതിയ കുട്ടിയെപ്പറ്റി സഹിക്കുന്നില്ലടോ. പ്രൊഫസർ സാറ് ഭാര്യയുടെ കാര്യം പറഞ്ഞ് ആ തമ്പിയുമായി വഴക്കുണ്ടാക്കിയില്ലേ, അതിന്റെ പ്രതികാര. ഇത് വെറും മാപ്പ് കൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല. എന്നെയും അയാളെയും ഒരുപോലെ ലോക്കപ്പിൽ കൊണ്ട് തട്ടുകയാണ് വേണ്ടത്. പറ്റിപ്പോയി സാറ്. ഇതൊരു ന്യായീകരണമല്ല. ഇതൊരു ന്യായീകരണമാണോടോ? ഒരാളുടെ ജീവിതം നശിപ്പിച്ചിട്ട്. എനിക്കിപ്പോൾ ആരെയും മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഭാര്യ അയാളുടെ ഒപ്പം പോയി. എല്ലാത്തിനും കാരണം ഞാനാ സാറേ. എത്ര ജന്മം കഴിഞ്ഞാലും ഈ പാപത്തിന് കടം മാറില്ല. ഒന്നുമില്ലടോ, എല്ലാം വിധിയാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ്? അങ്ങനെ വിചാരിക്കാതെ പ്രൊഫസർ സാറേ, കാലമെല്ലാം മുറിവുകളും ഉണക്കും. അതുവരെ ഈ വേദന എനിക്ക് താങ്ങാൻ പറ്റില്ല. സാറ് സമാധാനിക്ക്, എല്ലാം ശരിയാവും. കരയാതിരിക്കും സാറേ, എല്ലാം മറക്കാം. ഞാൻ പറഞ്ഞതാ സാറേ, ആ തമ്പിയോട് ഇതൊന്നും വേണ്ടെന്ന് അയാൾ പറഞ്ഞിട്ടാ. കുട്ടി ഒളിപ്പിച്ചതും കാണാനില്ലാതെ പരാതി കൊടുത്തതും ശരിയല്ലേ? എന്നിട്ട് ആ കുറ്റ പ്രൊഫസറുടെ മേൽ ചാർത്തി. ഞാൻ ആദ്യം തമ്പി ഒന്ന് കാണട്ടെ, എന്നിട്ടാവും തൻ്റെ കാര്യം. ഞാനൊരു പാവാ സാറേ, എന്നെ ദ്രോഹിക്കല്ലേ സാറേ. പെട്ടെന്നൊരു ദിവസം പ്രൊഫസർ ജഗന്നാഥനെ കാണാതായി. കുറച്ചു നാളുകൾക്കുള്ളിൽ പുഴയിൽ ഒരു ജഡം പൊന്തി. അതോടെ രാജശേഖരൻ പോലീസ് ഓഫീസറുടെ കഷ്ടകാലവും ആരംഭിച്ചു. എന്നാൽ ആ ശവം പ്രൊഫസർ ജഗന്നാഥിൻ്റെ ആയിരുന്നില്ല. പോലീസും ജയിലും ഇന്നിപ്പോ അങ്ങേയറ്റം അരാജകത്വത്തിന്റെ സ്ഥലങ്ങളാണ്. പക്ഷെ വേറൊരു കാര്യണ്ടേ, ഈ ഓരോ കൊലപാതകം നടത്തും ആരും അറിയാണ്ട് ഒരാൾ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതാ പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബം വളർത്തിക്കൊണ്ടുവന്ന ജയിൽ പുള്ളിയാണത്. ഒരു കൊല്ലത്തിന്റെ ഉള്ളില് 4 കൊലപാതകമാണ് നടന്നത്. ആരോ ഇതിന്റെ പുറകിലുണ്ട്. ജയിൽ സൂപ്രണ്ടിന് ആവശ്യമുള്ളപ്പോ ജയിൽ പുള്ളികളെ പുറത്തേക്ക് വിടുകയും ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കുകയും അയാളെ സ്ഥിരം ഏർപ്പാടാണ്. കൊമ്പൻ രാജൻ ജയിൽ ചാടി. എത്ര നല്ല മനുഷ്യനായിരുന്നു. എല്ലാരും കൂടി കൊമ്പനാക്കി. ഈ വർഷം നടന്ന 4 കൊലപാതകങ്ങൾ. ഓരോ പ്രാവശ്യവും രാജൻ സാറ് പുറത്തു വന്നിരുന്നു. അപ്പോൾ അർത്ഥം വ്യക്തമല്ലേ? മിക്കവാറും ആ കൊലപാതകം രാജൻ സാർ നടത്തിയിട്ടുള്ളതാവും. അതൊക്കെ ശരി. ഈ പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിലുള്ളിരുന്നാ മതി. നീതിയുടെ കൊലയാളിയാണെന്നാ ഞാൻ പറഞ്ഞതേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ക്യാപ്റ്റൻ അത് പറഞ്ഞിട്ട് എന്താ കാര്യം? 71-ലെ ബുള്ളറ്റ് വിളിക്കാൻ പറ്റിയിട്ടില്ല. പാക് യുദ്ധത്തിലെ പാകിസ്ഥാൻകാരെ കുറെ പുകച്ചതാ ഈ ക്യാപ്റ്റൻ. ഇതൊക്കെ കേട്ടിട്ടുള്ളതാ. Give me that gun. ഇതാരാ ക്യാപ്റ്റൻ സാറേ ഇത്? എന്നാലും കണ്ണ് കാണാണ്ട് കൃത്യമായി കൊള്ളിച്ചു. ഇങ്ങനെ ഒളിമ്പിക്സിലെ വലിയ ഷൂട്ടറായിരുന്നു. പിന്നീടാണ് കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. എന്നാലും എന്താലേ ഓരോ കാലം. അന്നൊക്കെ നല്ല പോലെ കാഴ്ചയുണ്ടായിരുന്നു.
എന്താ ആലോചിച്ച സാറേ? ഏയ് കുഴപ്പമൊന്നുമില്ല സാറേ. സാറിന്റെ ഭാര്യയും കുഞ്ഞും എൻ്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. ഏയ് എനിക്കെങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് വെച്ചാൽ ഇപ്പൊ കുഴപ്പമില്ല എന്നർത്ഥം. സാറിന് മനസ്സിലായിണ്ടാവൂലേ? മുമ്പത്തെ ജയിൽ സൂപ്രണ്ടായിരുന്നപ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. സാറ് മാറി വന്നപ്പോഴേ എനിക്ക് ജയിൽ ചാടേണ്ടി വന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല സാറേ. ജയിൽ ചാടിയ കൊമ്പൻ രാജിനെ പിടികൂടിയിരിക്കുന്നുവെന്ന് സാറ് പത്രക്കാരോട് പറയണം. എനിക്കിവിടെ ചില പണികളുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ തന്നെ അങ്ങോട്ട് തിരിച്ചു വരും. മനസ്സിലായോ? പ്രശസ്തമായ വിശ്വരൂപാനന്ദ മഠത്തിന്റെ മഠാധിപതി വിശ്വരൂപാനന്ദ സ്വാമികൾ കൊല ചെയ്യപ്പെട്ടു. അജ്ഞാതനായ ഏതോ ഒരാളാണ് ആ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ആളെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടന്ന തെളിയിക്കപ്പെടാത്ത 4 കൊലപാതകങ്ങൾ. ഞാൻ അതിന്റെ പിന്നാലെയായിരുന്നു. എന്നിട്ട് അതിപ്പോ നിഴലിനെ പിടിക്കാൻ പോയ പോലല്ലേ? ആ 4 പേരും ഒരു സ്ത്രീയെ ബലാത്കാരം ചെയ്ത് കൊന്നവരായിരുന്നു. നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ സ്ത്രീയുടെ കുഞ്ഞിനെയും അവർ കൊന്നു. പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് കോടതിയിൽ തെളിയിക്കാൻ പറ്റിയില്ലല്ലോ. അത് തന്നെയാണ് കാര്യം. ആ ശിക്ഷ മറ്റൊരാൾ നടപ്പിലാക്കി. പക്ഷെ ആര്? അറിയില്ല. പക്ഷെ ആ ഭാര്യയും കുഞ്ഞും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ആയിരുന്നു. അതെ. അയാളുമായി വൈഗ ഡിക്റ്റേറ്ററിന് എന്താണ് ബന്ധം? എന്ത്? അത് തന്നെ എന്റെ ചോദ്യം. അത് തന്നെയാ. എന്താണ് വൈഗ ഡിക്റ്റേറ്ററിന് അയാളുമായുള്ള ബന്ധം? വാ 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 ഇടുവാ. അല്ല സാറേ, നമ്മൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കാര്യമൊക്കെ ഉണ്ട്. ഇതെന്താ സാറേ? നിന്റെ ഈ ദുഷിച്ച സംശയ കണ്ണുകളുമായി ഇനി നീ വൈഗ മാഡത്തിന്റെ പിന്നാലെ നടക്കരുത്. ഞാൻ അങ്ങനെ നടക്കുന്നുണ്ടെന്ന് സാറിനോട് ആരാ പറഞ്ഞത്? ഒക്കെ അറിയാം. നിന്നേക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഡിറ്റക്റ്റീവ് അല്ലേ ഞാൻ. എനിക്കറിയാം. സാറെന്നെ കൊല്ലാൻ പോവാണോ? എന്നാൽ കൊല്ല് സാറേ. ഇവിടെ ഇപ്പൊ നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. എന്നാ കൊല്ല് സാറേ. കൊല്ല് കൊല്ല് സാറേ. കൊല്ല് സാറേ. കൊല്ല്. ആ ട്രിഗർ ഒന്ന് അമർത്തേ വേണ്ടു. അല്ലെങ്കിൽ ഞാൻ വൈഗ ഡിക്റ്റേറ്റീവിന്റെ പിറകിൽ എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവന്നിരിക്കും.
നമ്മുടെ എല്ലാ രഹസ്യങ്ങളും കണ്ടെത്തിയില്ലേ? ഡിവൈഎസ്പി വിഷ്ണുപ്രസാദാണ് നമുക്ക് നേതൃത്വം നൽകുന്നതെന്ന് വരെ അവൻ കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം ആ കുറത്തി വേഷക്കാരിയുമായിട്ട് അവനുള്ള ബന്ധം, അവന് ഏത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? മരണം. അതവനെ തേടിച്ചെല്ലും. വിചാരണ, മരണം, മരണം. നീ ഒരു പോലീസ് ഇൻഫോർമർ ആണെന്ന് ഞങ്ങൾക്ക് ആദ്യമേ അറിയാമായിരുന്നു. അതിനു വേണ്ടിയാണ് നീ വൈകിയിൽ ചേർന്നതല്ലേ? ഞങ്ങൾക്കതറിയാം. അതെ, അതങ്ങനെ തന്നെയാണ്. നീതിയുടെ പേരിൽ അക്രമം പ്രവർത്തിക്കുന്നതും അനീതിയുടെ പേരിൽ അക്രമം പ്രവർത്തിക്കുന്നതും എന്റെ കണ്ണിൽ ഒരുപോലെയാണ്. ആ പ്രവാചകൻ, വൈഗ ഡിറ്റക്റ്റീവ്, DSP കൃഷ്ണപ്രസാദ്, എല്ലാവരും ഒരേ ചങ്ങലയിലെ കണ്ണികളാണ്. എന്നെ ഏൽപ്പിച്ച എല്ലാ ജോലികളും ഞാൻ ചെയ്തു. അതിനുവേണ്ടി മരണം വരിക്കാനും ഞാൻ തയ്യാറാണ്. ഗോമസ് ഡിസോൾവ് ഞാനല്ല. ഞാൻ എത്ര പ്രാവശ്യം പറയണം? ഗോമസ് ഡിസോൾവ് ഞാനല്ല. നിന്റെ ഈ മുഖം കണ്ടാൽ ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചോ? നിന്റെ വിഹാര രംഗമായിരുന്ന ഡൽഹിയിൽ ഞാനും ഉണ്ടായിരുന്നില്ലേ? നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. ഡൽഹിയിലെ വിപ്ലവകാരികൾ നിനക്ക് നേരെ ഒന്നിലേറെ തവണ വധശ്രമങ്ങൾ നടത്തി. ഭാഗ്യം നിന്റെ കൂടെ ആയിരുന്നുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക്, അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക്, അങ്ങനെ ഞാൻ ഓടി നടക്കുകയാണ്. അതല്ലേ പറയാൻ വരുന്നത്? അവരോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഞാനല്ലെന്ന്? അതെ സാർ, പറയൂ. വിഷ്ണുപ്രസാദ് സാർ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പറയൂ സാർ. നമ്മൾ തട്ടിക്കൊണ്ടുപോകുന്ന ആൾ വിൻസെന്റ് ഗോമസ് അല്ല. അതായത് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. പ്രൊഫസർ ജഗന്നാഥന്റെ ഇപ്പോൾ കാണുന്ന മുഖം പ്ലാസ്റ്റിക് സർജറിയാണ്. സാർ എന്താണ് ഈ പറയുന്നത്? സാർ ആ കാര്യം കൺഫേം ചെയ്തോ? നമുക്ക് തെറ്റ് പറ്റിയിരിക്കുന്നല്ലോ സാർ. ഇറ്റ് വാസ് എ ബിഗ് മിസ്റ്റേക്ക് സാർ. സാർ ഞാനത് വേണ്ടതുപോലെ ചെയ്യും. താങ്ക് യു സാർ. ഇദ്ദേഹം ജഗൻ തന്നെയാണ്. നമുക്ക് തെറ്റുപറ്റി. ഇതാ കണ്ണുപൊട്ടൻ ചെയ്ത പണിയല്ലേ? ഗോമസ് ഡിസോൾവ, മിസ്റ്റർ ഗോമസ് ഡിസോൾവ. നിങ്ങളല്ല, നിങ്ങൾ പ്രൊഫസർ ജഗന്നാഥനാണ്. നിങ്ങൾ ഗോമസ് ഡിസോൾവയാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. എന്താ മനുഷ്യ ചിരിക്കുന്നത്? താൻ മരിക്കാൻ പോവുകയാണ്. ഞങ്ങൾ നിങ്ങളെ ആശുപത്രി കൊണ്ടുപോവാം. ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. അതാ കുരുടന് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും. നിങ്ങൾ തോമസ് ഡിസോൾവയാണെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിരിച്ചത്. നിങ്ങളൊരു പാവം മനുഷ്യനാണ്. ഗോമസ് ഡിസോൾവ എന്ന് പറയുന്ന സൈക്കോ കില്ലർക്ക് കിട്ടേണ്ട ശിക്ഷ നിങ്ങൾ അർഹിക്കുന്നില്ല. അറിയിക്കുന്നു. എന്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ട ആ നഗ്ന ശവങ്ങൾ, അത് ഞാൻ തന്നെ സൃഷ്ടിച്ചതാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? എന്റെ നേരെ വന്ന ആരോപണം യുവർ ഓണർ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഈ നിൽക്കുന്ന പ്രൊഫസർ ജഗന്നാഥൻ എന്ന പ്രതി തന്റെ വീട്ടുജോലിക്കാരിയുടെ 13 വയസ്സുള്ള മകളെ അജ്ഞാതമായ ഒരിടത്ത് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു, കുഴിച്ചു മൂടുകയും ചെയ്തു. ഞാൻ വീണ്ടും പറയുന്നു, ഈ പ്രൊഫസർ ജഗന്നാഥൻ ആ കൊച്ചു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു. ഒരു കൊച്ചു പെൺകുട്ടിയെ ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ മുതൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. ഞാനത് യഥാർത്ഥത്തിൽ ചെയ്തതായിരുന്നെങ്കിൽ ആ ചിന്ത എന്നിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നു.
പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ബുദ്ധൻ പറയുന്നു, നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും നിങ്ങളുടെ തിന്മയുടെ ഫലം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. താങ്ക് യു മാഡം. ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രൊഫസർ ജഗന്നാഥനെ ആളുകൾ ഗോമസ് ഡിസോൾവ എന്ന് വിളിച്ചിരുന്നതെന്ന് വ്യക്തമായില്ലേ? പാപിയായ തൻ്റെ മുഖത്തെ വെറുത്ത് പ്രൊഫസർ മാറ്റിവെച്ചതും ഗോമസ് ഡിസോൾവ എന്ന മഹാപാപിയുടെ മുഖമായിരുന്നു. പ്ലാസ്റ്റിക് സർജറി എന്ന മഹാ അത്ഭുതം പ്രൊഫസർ ജഗന്നാഥനെ ചതിച്ചു. ഗോമസ് ഡിസോൾവ് ഓപ്പറേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ നിയമത്തിന്റെ മുമ്പിൽ ഏൽപ്പിക്കാം. അതെങ്ങനെ മാഡം? ഗോമസ് ഡിസോൾവ് ഓപ്പറേഷൻ ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരാളിലൂടെ അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ. അതുകൊണ്ട് ഗോമസ് ഡിസോൾവ് ഓപ്പറേഷൻ തുറന്നുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ മരണം പ്രവചിക്കുന്ന ആ മനുഷ്യൻ, വൈഗ ഡിറ്റക്റ്റീവ്സ്, ആ കുറത്തി, ഡിവൈഎസ്പി വിഷ്ണു പ്രസാദ്, എല്ലാവരും ഒരേ സംഘമാണ്. സാമൂഹ്യ തിന്മകൾക്കെതിരെ ആയുധമുയർത്തുന്നവരുടെ സംഘം. ചിലപ്പോൾ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാറുണ്ട്. അങ്ങനെയാണ് ചിലപ്പോൾ പ്രവാചകൻ തോൽക്കുന്നത്. ഞാൻ ഒരു അന്ധനാണ്. പക്ഷേ അനീതിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുമ്പോൾ എനിക്ക് ഉന്നം തട്ടാറില്ല. പാട്ടാണ് നാടിൻ്റെ പാട്ടാണ്, നാടുമിടിപ്പിൻ്റെ പാട്ടാണ്. കേൾക്കേണ്ട പാട്ടാണ് നാടിൻ്റെ പാട്ടാണ്, നാടുമിടിപ്പിൻ്റെ പാട്ടാണ്. കൊണ്ടും കൊടുത്തും കാര്യം നടത്തുന്ന നാടുമിടിപ്പിൻ്റെ പാട്ടാണ് ഇത്, നാടുമിടിപ്പിൻ്റെ പാട്ടാണ്. കേൾക്കേണ്ട പാട്ടാണ് നാടിൻ്റെ പാട്ടാണ്, നാടുമിടിപ്പിൻ്റെ പാട്ടാണ്. കൊണ്ടും കൊടുത്തും കാര്യം നടത്തുന്ന നാടായി മാറിയില്ലേ നമ്മുടെ നാടങ്ങു മാറിയില്ലേ? കൊണ്ടും കൊടുത്തും കാര്യം നടത്തുന്ന നാടായി മാറിയില്ലേ നമ്മുടെ നാടങ്ങു മാറിയില്ലേ? വീട്ടിലുറങ്ങുമ്പോൾ കണ്ണും ചുറ്റും വേണം, മനസ്സും മിഴിക്കണം, നമ്മുടെ മനസ്സും മിഴിക്കണം.